السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. وقال نبينا وحبيبنا محمد صلى الله عليه وسلم. നല്ലോ സ്വലാത്തല്ല കാര്യമായിട്ട് ഇവിടെ പ്രസംഗമൊന്നുമല്ല. ഞാനിവിടെ വന്നപ്പോൾ എന്നെ ആളുകളോട് ചോദിച്ചു, സംഘാടകരോട് എന്നെ ക്ഷണിച്ച റിയാസ് ഫേസിസ്ഥാനോട് ചോദിച്ചു ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്. അപ്പം എന്നോട് ഞങ്ങൾ ഒരു മണിക്കൂർ
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ എന്നോട് 1 മണിക്കൂർ നിങ്ങൾ മദ്ഹ് റസൂൽ പ്രഭാഷണം നടത്തണം. പിന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ അപ്പം എന്നോട് മൗലിദാണ് പ്രധാനം ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയല്ലേ അല്ലേ? മൗലിദ ഉദ്ദേശിച്ചത്. മൗലിദ് എന്ന് പറഞ്ഞാൽ റസൂൽ തന്നെ മദ്ഹ്. അതിൽ പദ്യം ഉണ്ടാവും, ഗദ്യം ഉണ്ടാവും. മൗലിദിൽ പ്രധാന ഭാഗം സ്വലാത്ത. നിസ്കാരത്തിന്റെ പ്രധാനമായ ഭാഗമാണ്. നിസ്കാരത്തിന്റെ പ്രധാനമായൊരു ഭാഗമാണ് സ്വലാത്ത്. സ്വലാത്തില്ല നിസ്കാരം ശരിയാവില്ല. ബാങ്കിലെ പ്രധാനമായ ഭാഗമാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇല്ലെങ്കിൽ ബാങ്കും ശരിയാവില്ല. വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുത്തവരൊക്കെ ഒന്ന് കൈപൊക്കെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് നമ്മൾ പങ്കെടുത്ത ജുമാ ശരിയാവണമെങ്കിൽ ഖതീബ് ഖുതുബയിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദെന്നോ അല്ലെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദെന്നോ സ്വലാത്ത് ചൊല്ലിയിരിക്കണം. അപ്പം സ്വലാത്ത് എല്ലാത്തിൻ്റെയും മർമ്മ. മൗലിദിലെയും പ്രധാനമായ ഭാഗം സ്വലാത്താണ്. നിങ്ങളിവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലണമാണ്. ചെല്ലാത്തവർക്ക് തിരിഞ്ഞോളുന്നില്ല. ചെല്ലുന്നാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് നിങ്ങൾ ചൊല്ലുമ്പോഴും പ്രധാനം സ്വലാത്താണ്. ഇനിയിപ്പോൾ ഈ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിലും പ്രധാന ഭാഗം ഏതാ? സ്വലാത്ത് തന്നെ. അതും സ്വലാത്താണ്. അപ്പം നിങ്ങൾ നന്നായി സ്വലാത്തല്ലോ. കുറച്ചേരം പ്രസംഗിക്കാന്നുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വിഷയം എവിടുന്ന് തുടങ്ങണമെന്നും മനസ്സിലാവില്ല, എവിടെ അവസാനിപ്പിക്കണമെന്നും മനസ്സിലാവില്ല. അത് അവസാനിക്കാത്ത വിഷയമാണത്. അവസാനിക്കൂല. എന്നാണ് മുഹമ്മദ് എന്ന ചർച്ച തുടങ്ങിയത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യകുലത്തിൽ ആ ചർച്ച തുടങ്ങിയത് മനുഷ്യ പിതാവിന്റെ ആദ്യ പിതാവിന്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ട് ആ ചർച്ച. എപ്പോഴാണ് അവസാനിക്കുക? ഭൂമി ലോകം അവസാനിച്ചാലും ഈ ചർച്ച അവസാനിക്കൂല. നമുക്ക് നേരത്തെ പറയാം. ഭയങ്കര രസമുള്ളൊരു വിഷയം മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഹബീബിനെയാണ് സാധാരണ നമ്മളൊക്കെ പോലൊരു മനുഷ്യനാണ് ഊഹിയ ഇലയ വഹി കിട്ടണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് ചില ആളുകൾ പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം കുറച്ച് സമയം. എൻ്റെ സമയം ഞാൻ വിഷയത്തിലേക്ക് കിടക്കുന്നത് 8:38 വിഷയം തീർന്നാലും തീർന്നില്ലല്ലോ 9:38 ഞാൻ അവസാനിപ്പിച്ച് വേദി മൗലിദിന് വേണ്ടി മാറിത്തരും. പിന്നെ എന്നോട് പോലെ പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് പിന്നെ ഹിക്മത്തോലെ ചെയ്യണം എന്നൊക്കെ പോലെ പറഞ്ഞ് ഞാൻ ഓപ്പണായിട്ട് നിങ്ങളോട് പറയാം. മുഅ്മിനീങ്ങളുടെ ഏത് കാര്യം ഓപ്പണായിട്ട് പറയാലോ, അതിന് പ്രശ്നമില്ല. അതിന് ഞാൻ സമയം നീക്കി വെക്കാൻ പിന്നെ ഉദ്ദേശിച്ചാൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് മൗലിദ് ഓതാൻ സമയം കിട്ടാതെ വരും. ഈ കാണുന്ന സ്ഥാപനം അത് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് സംഘാടകർ നിങ്ങളെ സമീപിച്ചാൽ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. വയനാട് ജില്ലയിൽ അൽഹംദുലില്ലാ ദീനി ദീനി ഉണർവിന്റെ മേഖലയിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് SKSSF-ന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ 6-7 സ്ഥാപനങ്ങൾ 6 സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 6 സ്ഥാപനങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ പിന്തുണ കണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നിനും കാര്യമായ വരുമാന മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ നമ്മുടെയൊക്കെ പിന്തുണ കൊണ്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ മുറ്റത്താണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് മക്കളുടെ ഭക്ഷണ കാര്യത്തിലേക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പിരിവിന് നിന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ സമയം മതിയാവില്ല. കാരണം ഓരോ ആള് സ്വതം കൊടുത്താൽ അയാൾക്കൊക്കെ ദ്വാരം തീർക്കേണ്ടി വരും. അല്ലെങ്കിൽ പറയും പ്രസിഡന്റ് കൊടുത്തപ്പോൾ മൂപ്പര ദ്വാ നല്ല ഘനത്തിലായി, ഒന്നുമല്ലാത്ത സാധാരണക്കാരായി ഞാൻ കൊടുത്തപ്പോൾ അതിന് ദ്വാ കുറഞ്ഞു എന്നൊക്കെ പറയും. കാരണം ഇത് നമുക്ക് ഈ നേരമില്ലാത്ത നേരത്തെ ഇത് ഓർമ്മ ഉണ്ടാവില്ല. ആ കിട്ടുമ്പോൾ ദ്വാരന്ന് പോണതായിരിക്കും ഉണ്ടാവുക. അപ്പം അതിന് സമയം കിട്ടില്ല. 9:38 ആവുമ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. അതിന് വേണ്ടതൊക്കെ ചെയ്തു. ഹബീബിനെ കുറിച്ച് പറയുന്ന സദസ്സിലല്ലേ നമ്മളുള്ളത്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അള്ളാന്റെ ഹബീബിന് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ്. ചില ആളുകൾ മൗലിദൊക്കെ കഴിക്കണത് തിന്നാൻ പൂതിയായിട്ടാണ് ഒന്ന് ഓല് പ്രചരിപ്പിക്കാറുണ്ട്. അവരൊക്കെ ഓർക്കണ ഒരു കാര്യം, നമ്മളെ കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ പറയാം. പക്ഷെ മുത്തുനബിന്റെ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ മുഹമ്മദ് തിന്നാനും തീറ്റിക്കാനും വന്ന ആളാന്ന് പറയേണ്ടി വരൂലേ? നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ.
ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ കടന്നു വന്ന മദീനക്കാരോട് ആദ്യം പറഞ്ഞതെന്താ? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കയിൽ നിന്നൊരു കള്ളൻ, പെരുങ്കള്ളൻ മദീനത്ത് വന്നു എന്ന് മദീനയിൽ വ്യാപകമായി സംസാരമുണ്ടായി. ഞാൻ ആ കള്ളനെ കാണാൻ വേണ്ടി പോയതാണ്. മക്കയിൽ നിന്ന് വന്ന കള്ളനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. ആളുകളോട് ചോദിച്ചു, മക്കത്ത് നിന്ന് വന്ന കള്ളനേടെ? ആളുകൾ പറഞ്ഞു, ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ആളുകൾ കൂടിയിരിക്കുന്ന ആൾക്കൂട്ടത്തിലുണ്ട്, ആൾക്കൂട്ടത്തിലുണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്നു. ഇവിടെയുള്ള ആളോട് ചോദിച്ചു, എടാ മക്കത്ത് നിന്ന് വന്ന ആൾ? അവർ പറഞ്ഞു, ആ ജനസഞ്ചയത്തിനിടയ്ക്ക് ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്ന ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനൊരു കള്ളനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ മുഖത്തേക്ക് നോക്കിയത്. പക്ഷേ ആ മുഖത്തേക്ക് നോക്കിയപ്പോ വജ്ഹു കദ്ദാബ്, ഒരു കള്ളന്റെ മുഖമാണെന്ന് പറയാൻ എന്റെ മനസ്സെന്നെ സമ്മതിച്ചില്ല. ഞാൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വാധല തീരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് മഹാനവർകൾ പറയാം, പുണ്യനബി മദീനക്കാരോട് ഞാൻ റസൂലുള്ളാഹിനെ കാണുമ്പോ മദീനക്കാരോട് അള്ളാന്റെ ഹബീബ് 4 ഉപദേശങ്ങൾ കൊടുക്കുന്നതാ ഞാൻ കേട്ടത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ശുസ്സലാം, എല്ലാവരോടും സലാം ചൊല്ലൂ. പുണ്യനബി ആദ്യമായി മദീനക്കാരോട് പറയുന്നത് ഞാൻ കേട്ടത് അഫ്ശുസ്സലാം. ഹബീബിൽ നിന്ന് ഞാൻ കേട്ട ആദ്യത്തെ ഉപദേശം, സുബൈ നിസ്കരിക്കുകയും മഗ്രിബ് നിസ്കരിക്കുകയും ളുഹ്ർ നിസ്കരിക്കുകയും എന്നല്ല, ഇതൊന്നും നിസ്കരിക്കണ്ടെന്നല്ല, വളരെ പ്രധാനപ്പെട്ട അമലാ നിസ്കാരം. അഫ്ശുസ്സലാം. മദീനയിൽ വന്ന പുണ്യനബി മദീനക്കാരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്, സലാം വ്യാപിപ്പിക്കൂ, നിങ്ങൾ എല്ലാവർക്കും സലാം ചൊല്ലി. അതേപോലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറഞ്ഞത് ഭക്ഷണം കൊടുക്കാൻ. അതാണ് എല്ലാ റബ്ബീന്റെ പരിപാടിയിലും ഭക്ഷണ വിതരണം നടക്കുന്നത് ആളെ കൂട്ടാനല്ല. അത് ചില ആളുകളുടെ തെറ്റായ ധാരണയാണ്. അത് ഹബീബിന്റെ സുന്നത്തിനെ ഹയാത്താക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം നൽകൂ എന്ന പുണ്യനബി, വസ്സിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കൂ എന്നല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂൽ പറഞ്ഞു, വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കൂ. ഈ 4 ഉപദേശമാണ് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഞാൻ ആദ്യമായി കേട്ടത്. ഇതിൽ 3ഉം പുണ്യനബിന്റെ മൗലിദ് നടക്കുന്ന സദസ്സിൽ നടക്കുക. നമ്മളെ വീട്ടിലൊരു മൗലിദിന്റെ സദസ്സുണ്ടാക്കിയാൽ വരുന്നവരൊക്കെ ഈ കുടുംബനാഥന് സലാം ചൊല്ലും, പരസ്പരം സലാം ചൊല്ലും. 2 ഭക്ഷണ വിതരണമുണ്ട് അവിടെ. 3-മത്തത് സിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കലുണ്ട്. അയൽവാസികളെ വിളിക്കും, കുടുംബക്കാരെ വിളിക്കും, പാവങ്ങളെ വിളിക്കും, സ്നേഹിതന്മാരെ വിളിക്കും. ഇതൊക്കെ സുന്നത്ത് ഹയാത്താക്കണേന്റെ കോലാണത്, രീതിയാണത്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പുണ്യനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ളതാണ് അന്നദാനം. ആ ഭക്ഷണം ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കായ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ 1 ചാക്ക് 2 ചാക്ക് വളണ്ടിയേഴ്സുകൾ എടുത്ത് വരുമ്പോൾ നിങ്ങൾ കൊടുക്കണം. ഞാൻ പിരിവിന് സമയം മാറ്റി വെച്ചാൽ നിങ്ങൾ ഈ മൗലൂദും സമയവും ക്രമമൊക്കെ തെറ്റിപ്പോകും. മനസ്സിലായല്ലോ? മുഅ്മിനീങ്ങൾക്ക് അത്ര പറഞ്ഞാൽ പോരെ? ഞങ്ങൾ ഉണ്ടാതെ മതി. മുഅ്മിനെ റസൂലുള്ളാഹ് പറഞ്ഞു എന്ന് കേട്ടാ പിന്നെ അവനെ വേറൊന്നും അവനോട് പറയണ്ട. ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഒറ്റ വാക്ക് മതി. അതാണ് മുഅ്മിൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ 1 ചാക്കരി കൊടുക്കാൻ കഴിയണം, 1 ചാക്ക് 2 ചാക്ക് അങ്ങനൊക്കെ. ഞാൻ എന്തിനാ പറഞ്ഞാൽ ഇടയ്ക്ക് വിഷയത്തിനൊരു തടസ്സമില്ലാതിരിക്കാൻ. 1 ചാക്കരിക്ക് എത്ര? 2400 റുപ്യ. 2400 റുപ്യ ഒരു കൊല്ലത്തിനടുക്ക് കൊടുത്താൽ മതി. 2400 റുപ്യ ഒരു കൊല്ലത്തിനടുക്ക് കൊടുക്കാനാൽ 240 റുപ്യ 10 മാസം കൊടുത്താൽ 2400 റുപ്യ. മൊബൈൽ നെറ്റ് കയറ്റുന്ന പൈസയാണ്. 1 കൊല്ലം ഓരോ ചാക്കാരി. ഇതിന്റെ പേരെന്താ? എന്ത് കോളേജാ?
സായദ അറബി കോളേജിന് കൊടുത്താൽ ഈ ഇരിക്കണ മുത്താലിമിങ്ങളായ മക്കൾ പഠിച്ചിട്ട് നാളെ ഇതിൽ ദീനിന് ഗുണപ്പെടുന്ന മക്കൾ ആരാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഈ കൂട്ടത്തിലുണ്ടാവും. എല്ലാരെയും അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ വയലിലേക്ക് പോണ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താം. വേണമെങ്കിൽ ഒരാൾക്ക് ഒരു ഉദ്ഘാടനം ചെയ്യാം. ഒറ്റ ആളൊന്ന് ഉദ്ഘാടനം ചെയ്താൽ പിന്നെ വളണ്ടിയേഴ്സ് പോയാൽ മതി. ആരാ ഒരാൾ ഉദ്ഘാടനം ചെയ്യാം? 1 2 ചാക്ക് അല്ലെ 3 10 ചാക്കൊക്കെ പറയാം. ഒരു ചാക്ക് ആ ഉസ്താദ് കൊടുക്കും. ഇൻഷാ അല്ലാഹ് മൂപ്പർ അതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മുത്തുനബിയുടെ പേരിലുള്ള ഈ സദസ്സ് അന്നദാനം കൊണ്ട് സമ്പന്നമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദ് അതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. വാപ്പന്റെ പേരിലോ ഉമ്മന്റെ പേരിലോ കുടുംബത്തിൽ മരിച്ചുപോയവരൊക്കെ പേരിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ടാവുക. അല്ലാഹു ഇതിന്റെ കൂലി അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. റബ്ബ് വിശാല ഹൃദയനാണ്. അല്ലാഹു കൊടുത്തോനും കിട്ടും. വാപ്പാന്റെ മേലും ഉമ്മാന്റെ മേലും നിയ്യത്ത് ചെയ്താൽ ഒലിക്കും അല്ലാഹു തആല കൂലി കൊടുക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി വളണ്ടിയേഴ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത് പറഞ്ഞാൽ കൂടുണ്ടോന്നൊന്ന് ചോദിച്ചാൽ മതി. എന്നാ സമയം നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ വിഷയത്തിൽ ഉണ്ടാവണം. ഞാൻ എന്റെ സമയം പാട് അവസാനിപ്പിക്കുക ചെയ്യാം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റബീഇന്റെ മാസത്തിൽ, അല്ലാത്ത മാസത്തിലും അങ്ങനെ തന്നെ, റബീഇന്റെ മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താന്ന് വെച്ചാൽ അത് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നത് തന്നെയാണ്. റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ എന്നല്ല. കേരളത്തിൽ സമസ്ത രൂപീകരിക്കപ്പെട്ടതിന് ശേഷമല്ല. കേരളത്തിൽ സമസ്തക്ക് ഒരുപാട് പോഷക ഘടകങ്ങൾ ഉണ്ടായതിന് ശേഷമല്ല. എന്നാണ് കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നതിന് ശേഷവുമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഗൗരവം ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് മനുഷ്യകുലത്തിൽ അതിന്റെ ചരിത്രത്തിന്റെ പ്രാരംഭം മനുഷ്യപിതാവായ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിന്റെ കാലം മുതലേ ഈ ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് തെളിവുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന്റെ പിതാവായ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിപ്പ് കഴിഞ്ഞ പാട് നോക്കിയത് സൃഷ്ടാവായ അല്ലാഹുവിന്റെ സിംഹാസനത്തിലേക്ക്, സൃഷ്ടാവായ റബ്ബിന്റെ സിംഹാസനത്തിലേക്ക് ആദം നബി അലൈഹിസ്സലാം ശ്രദ്ധിച്ചപ്പോ ആ സിംഹാസനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സൃഷ്ടിയായ ആദം അലൈഹിസ്സലാം തന്റെ കണ്ടുകൊണ്ട് ആദ്യം കണ്ട സൃഷ്ടിയുടെ പേര് അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അലോ സലാത്തല്ലണേ. അല്ലാഹു ഈ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞത്, ഞാനൊരു ഓപ്പറേഷന് വിധേയനാകാൻ പോവുകയാണ്. വളരെ ചെറുപ്പക്കാരനാണ്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ഹാർട്ടിനാണ് പ്രശ്നം. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു ഹാർട്ടിന്റെ 2 വാൾവിന് ഹോൾസ് ഉണ്ട്, അതുകൊണ്ട് ഒരു മേജർ ഓപ്പറേഷന് വിധേയമാവാൻ പോവാൻ. പക്ഷേ ശരീരം അതിന് മാനസികമായും ശാരീരികമായും എനിക്കൊരു ധൈര്യം കിട്ടിയിട്ടില്ല എന്നാണ് ആ സഹോദരൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു വേദനയാണ് ഈ സദസ്സിലുള്ള ഒരാളുടെ. ഒരുപാട് ആളുകൾക്കും വേദന ഉണ്ടാകും. സ്വലാത്ത് അതിന് പരിഹാരമാണ്, മൗലിദ് അതിന് പരിഹാരമാണ്. അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് ആദം അലൈഹിസ്സലാം ആദ്യമായി തന്നെ കണ്ടുകൊണ്ട് കണ്ടത്. സൃഷ്ടികളിൽ ആദ്യമായി പരിചയപ്പെട്ടത് റസൂലുള്ളാഹിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത ബുദ്ധി കൊണ്ട് ആദം അലൈഹിസ്സലാം ചിന്തിച്ചു, അല്ലാഹ് എന്ന പേര് സത്യമായ റബ്ബിന്റെ പേരാണ്. മുഹമ്മദ് എന്ന പേര് അല്ലാഹുവിന്റെ പേരല്ല. അല്ലാഹുവിന്റെ കോടാനകോടി സൃഷ്ടികളിൽ അല്ലാഹു തന്റെ പേരിന്റെ കൂടെ മറ്റൊരാളുടെ പേര് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടികളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരായിരിക്കുമെന്ന് ആദം അലൈഹിസ്സലാം അല്ലാഹു തനിക്ക് നൽകിയ ചെറിയ ബുദ്ധി കൊണ്ട് ആദം അലൈഹിസ്സലാം തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാമിന് ഹവ്വാ ബീവിയെ വിവാഹം കഴിക്കാനുള്ള സമ്മതം അല്ലാഹു തആല കൊടുത്തപ്പോ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാക്ക് മഹറായി ആദം അലൈഹിസ്സലാം കൊടുത്തത് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തായിരുന്നു എന്ന് രേഖകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന് ശേഷം ആദം അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ ഉറങ്ങുകയാണ്. വല്ലാത്ത ക്ഷീണം ആദം അലൈഹിസ്സലാമിനെ ബാധിച്ചു. സൃഷ്ടിപ്പ് കഴിഞ്ഞ പാടെ നല്ല ഉറക്കത്തിലാണ് ആദം അലൈഹിസ്സലാം. അപ്പോഴാണ് അല്ലാഹു വഖലഖ മിൻഹാ സൗജഹാ, ആദം അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ഹവ്വ ബീവിയെ അല്ലാഹു തആല സൃഷ്ടിക്കുകയാണ്. ആദം അലൈഹിസ്സലാം ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് തന്റെ ചാരത്തെടുക്കുന്ന സൗന്ദര്യവതിയായ പെണ്ണിനെയാണ്. ഫമദ്ദ ഇലൈഹാ യദ, ആദം അലൈഹിസ്സലാം തന്റെ കൈപൊക്കി ഹവ്വയെ തൊടാനായി, ഹവ്വയെ സ്പർശിക്കാനായി കൈപൊക്കിയപ്പോ അല്ലാഹുവിന്റെ കൽപ്പന വന്നു, ആദമേ തൊടാനായിട്ടില്ല, നിക്കാഹ് ചെയ്യണം ആദമേ അലൈഹിസ്സലാം. ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കണം, ന്യൂജൻ കുട്ടികൾ തിരിച്ചറിയണം അല്ലേ. മേലേക്ക് എന്നോട് പഠിത്തൊരു മുജാഹിദ് അനുഭാവിയായ ഒരാൾ എന്നോട് പറഞ്ഞു, പെൺകുട്ടിക്ക് അധികം വിദ്യാഭ്യാസം ഒന്നും കൊടുക്കണ്ടെന്ന് ആലിമീങ്ങൾ പണ്ട് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഉമ്മത്തിലെ പിന്തിരിപ്പന്മാർ എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴാ മനസ്സിലായത്? 5ാം ക്ലാസ് പഠിക്കുമ്പോ റസൂലുള്ളാഹിനോട് വലിയ ഇഷ്ടമാണ്, റബ്ബിനോട് വലിയ ഇഷ്ടമാണ്, താല്പര്യമാണ്. 10ആകുമ്പോഴും നിസ്കാരമുണ്ട്. +2 കഴിയുമ്പോഴേക്ക് പിന്നെ ഇസ്ലാമിൽ സംശയമായി. ഡിഗ്രി കഴിയുമ്പോഴേക്ക് പിന്നെ ചോദിക്കുന്നത് ദൈവമുണ്ടോ, ഒരു ദൈവത്തിന്റെ ആവശ്യമുണ്ടോ, മുസ്ലിമാകണമെന്ന് നിർബന്ധമുണ്ടോ, ഒരന്യ മതത്തിനെ കല്യാണം കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും 2 മതത്തിൽ ജീവിച്ചാൽ എന്ത് തകരാറ്? കോളേജുകളിൽ ആണും പെണ്ണും ഷെയ്ക്കാൻഡ് ചെയ്യുന്ന സംസ്കാരമില്ലേ? നമ്മുടെ പെൺമക്കളില്ലേ ആ കൂട്ടത്തിൽ? പെങ്ങളെ സ്വർഗത്തിലാണ്, യാതൊരു നിയമമില്ലാത്ത ലോകത്ത്. സ്വർഗമെന്ന് പറഞ്ഞാൽ അങ്ങനെയാ, നിയമങ്ങളില്ലാത്ത ലോകമാണത്. ആ ലോകത്ത് പോലും ആദം അലൈഹിസ്സലാം ഹവ്വയെ സ്പർശിക്കാനായി കൈപൊക്കിയപ്പോൾ അല്ലാഹ് പറഞ്ഞു, തൊടാനായില്ല ആദമേ, നിക്കാഹ് ചെയ്യണം ആദം നബിയെ അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിന് നിക്കാഹ് പരിചയമില്ല. ആദം അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ എന്താണ് നിക്കാഹ് ചെയ്യേണ്ടത്? അല്ലാഹ് പറഞ്ഞു, മഹർ കൊടുക്കണം ആദം നബിയെ. നിങ്ങൾ ചിന്തിക്കണേ, ആദം അലൈഹിസ്സലാം ഉള്ളത് എവിടെയാ? സ്വർഗ്ഗത്തിലാണ്. സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ്, മനുഷ്യ ശരീരങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും കിട്ടുന്ന സ്ഥലമാണല്ലോ സ്വർഗ്ഗം. ആ സ്വർഗ്ഗത്തിൽ ആദം അലൈഹിസ്സലാം പവയമുണ്ടവിടെ, മുത്തുണ്ടവിടെ, പൊന്നുണ്ടവിടെ, രത്നങ്ങളുണ്ടവിടെ, വെള്ളിയുണ്ടവിടെ, എല്ലാം ഉണ്ട് സ്വർഗ്ഗത്തിൽ. സ്വർഗ്ഗത്തിലില്ലാത്തതൊന്നുമില്ല. ആദം അലൈഹിസ്സലാം ഹവ്വ ബീവിക്ക് മഹറായി കൊടുത്തത് പൊന്നല്ല, രക്തമല്ല, മുത്തല്ല, ഒന്നുമല്ല. ആദം അലൈഹിസ്സലാം ഹവ്വക്ക് മഹറായി കൊടുത്തതെന്താ? അസ്സലാത്തു അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലുള്ള സ്വലാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ആദം അലൈഹിസ്സലാം സ്വലാത്ത് മഹറായി കൊടുക്കാൻ കാരണം ഹവ്വ ബീവി റളിയല്ലാഹു അൻഹാക്ക് മഹർ കൊടുക്കണമെന്ന് അല്ലാഹു ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ ആദം അലൈഹിസ്സലാം ചിന്തിച്ചു, അല്ലാഹു എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന ഈ സൗന്ദര്യവതിയായ പെണ്ണിനെ സ്വന്തമാക്കാൻ അല്ലാഹു മഹർ കൊടുക്കണം എന്നോട് പറഞ്ഞു. ഞാൻ കൊടുക്കുന്ന മഹർ സൃഷ്ടാവായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതാവണം. ആദം അലൈഹിസ്സലാം ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ആദം അലൈഹിസ്സലാമിന് മനസ്സിലായത്, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമലാണ് സ്വലാത്ത്. അതെങ്ങനെ ആദം അലൈഹിസ്സലാമിന് മനസ്സിലായി? സൃഷ്ടിപ്പ് കഴിഞ്ഞ പാടെ ആദം അലൈഹിസ്സലാം കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വലാത്താണ്. അതെവിടെ മുസ്ലിയാരെ ഉള്ളത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി എന്നല്ല, ചൊല്ലുമെന്നല്ല, ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ സ്വലാത്തിന്റെ പ്രാരംഭം എപ്പോഴാണ്? അല്ലാഹു അലം. സ്വലാത്തിന് മനുഷ്യന് പറയാൻ പറ്റാവുന്ന ചരിത്രം, മനുഷ്യ പിതാവായ ആദം അലൈഹിസ്സലാം സ്വലാത്ത് കേട്ടിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതെങ്ങനെ? ആദം അലൈഹിസ്സലാം ഹവ്വ ബീവിക്ക് 10 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലി മഹറായി കൊടുക്കാൻ കാരണം പ്രപഞ്ചനാഥനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത് സ്വലാത്ത്
സ്വലാത്താണെന്ന് ആദം അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ആദം അലൈഹിസ്സലാം കേവലം ഒരു ദൈവ സന്ദേശം നൽകാൻ വന്ന പ്രവാചകനാണ്. മുഹമ്മദ് നബിയോ അങ്ങനെ തന്നെ. പിന്നെ കേവലം ദൈവ സന്ദേശം നൽകാൻ കടന്നു വന്ന പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഡ്യൂട്ടി ഉള്ള, അതേ ഡിഗ്രി ഉള്ള ആദം എന്തിനാ പിന്നെ ആദമിനോട് എന്തിനാ റസൂലുള്ളാഹിനെ അല്ലാഹു അംഗീകരിപ്പിച്ചത്? പറയണം. ഇതിനൊക്കെ മറുപടി പറയേണ്ട വേറെ ചില ആൾക്കാരാണ്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് പുണ്യനബിയെ സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിനെ അപമതിക്കുന്നവരാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നന്നായി സ്വലാത്ത് ചൊല്ലണം, നന്നായി ചൊല്ലണം. അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് കഴിഞ്ഞു പോയ 1,24,000 പ്രവാചകന്മാരും പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവർ നന്നായി മനസ്സിലാക്കുകയും റസൂലുള്ളാഹിനെ തന്റെ ജനതക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1,24,000 പ്രവാചകന്മാരും റസൂലുള്ളാഹിനെ കൃത്യമായി പഠിച്ചിട്ടുണ്ട് എന്നാണ്. അതെവിടുന്ന് കിട്ടി മുസ്ലിയാരെ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ. ഞാൻ എന്റെ വക ഒന്നും പറയുന്നില്ല. വഇദ് യഇദുകുമുല്ലാഹു വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم ما أخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من കേൾക്കണേ, ഖുർആനാണ്. ഇതേതെങ്കിലും കിതാബിന്റെയോ ഏതെങ്കിലും കിതാബിന്റെ ഉദ്ധരണിയില്ല, ഏതെങ്കിലും കിതാബിന്റെ വക്കിലൊരു ഒരു ആലിം എഴുതി വെച്ചു പോയതല്ല. പ്രപഞ്ചനാഥനായ അല്ലാഹു ലോകത്തിന്റെ അവസാനത്തെ മനുഷ്യൻ വരെ ഹബീബിനെ തിരിച്ചറിയാൻ അല്ലാഹു പറഞ്ഞു തരികയാണ്. എല്ലാ നബിമാരോടും അല്ലാഹു തആല ഉടമ്പടി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമിനോട് ഉടമ്പടി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ സീദ് അലൈഹിസ്സലാം, യൂശ അലൈഹിസ്സലാം, അതേപോലെ സ്വാലിഹ് അലൈഹിസ്സലാം, അതേപോലെ മഹാനായ ലൂത്ത് അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം, खलीलुल्लाह इब्राहिम आगे है औलाद इब्राहिम है नमरूद है कभी फिर किसी से किसी का इम्तिहान मकसूद है महानाय इब्राहिम अलैहिस्सलाम അതേപോലെ മഹാനായ കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ 25 നബിമാരുടെ പേര് നമുക്ക് എണ്ണാൻ കഴിയും. 1,23,975 പേരും നമുക്കറിയില്ല, പേരറിയണമെന്നില്ല. 1,24,000 നബിമാരിൽ ഒരാള് പോലും ഒഴിഞ്ഞു പോകാതെ എല്ലാവരോടും അല്ലാഹു തആല ഉടമ്പടി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ ഉടമ്പടി? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. അവർക്ക് അല്ലാഹു പ്രവാചകത്വം നൽകാൻ പോകുന്നതിന് മുമ്പ്, ആദം അലൈഹിസ്സലാമിന് നബുവത്ത് നൽകുന്നതിന് മുമ്പ്, ഇബ്രാഹിം അലൈഹിസ്സലാമിന് നബുവത്ത് നൽകുന്നതിന് മുമ്പ്, മഹാനായ കലീമുല്ലാഹി മൂസ, അല്ലാഹുവിനോട് നേരിട്ട് സംസാരിച്ച മൂസ അലൈഹിസ്സലാമിന് നബുവത്ത് നൽകുന്നതിന് മുമ്പ്, അല്ലാഹുവിന്റെ റൂഹെന്ന് പുകഴ് കൊണ്ട ഈസ അലൈഹിസ്സലാമിന് നബുവത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് എല്ലാ നബിമാരോടും അല്ലാഹു ഉടമ്പടി ചെയ്യിപ്പിച്ചു. എന്താണത്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. ഞാൻ നിങ്ങൾക്ക് പ്രവാചകത്വം നൽകി എന്ന് വിചാരിക്കുക, അതേപോലെ ഗ്രന്ഥവും നൽകി എന്ന് വിചാരിക്കുക. പിന്നെ ലോകത്തിന്റെ അവസാനത്തോട് ചേർന്ന് വരുന്ന നിങ്ങൾക്ക് ഞാൻ നൽകിയ സത്യത്തെ അംഗീകരിക്കുന്ന ആ പ്രവാചകൻ നിങ്ങളുടെ കാലഘട്ടത്തിൽ കടന്നു വന്നാൽ, ശ്രദ്ധിക്കണേ, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പ്രവാചകൻ പോലും അല്ല എന്നാ ഖുർആൻ പറയണത്. ഇവിടെ എവിടെ നോക്കിയിട്ടായി ഖുർആൻ പഠിച്ചതൊന്നും വായിച്ചതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല.
സാധാരണ മനുഷ്യനല്ല, സാധാരണ പ്രവാചകൻ പോലുമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പരിശുദ്ധ ഖുർആന്റെ ആശയം. ഖുർആന്റെ ആഹ്വാനം. എല്ലാ നബിമാരോടും അല്ലാഹു നബുവത്ത് കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നബുവത്തും ഗ്രന്ഥവും നൽകി എന്ന് വിചാരിക്കുക. പിന്നെ ലോകത്തിന്റെ അന്ത്യത്തോട് ചേർന്ന പ്രവാചകൻ, നിങ്ങൾക്ക് ഞാൻ നൽകിയ ഈ സത്യം അംഗീകരിക്കുന്ന പ്രവാചകൻ നിങ്ങളുടെ കാലഘട്ടത്തിൽ കടന്നു വന്നാൽ നിങ്ങൾ ആ നബിയോട് വിശ്വസിക്കണം. ഖുർആനാ, ഒരാലിം എഴുതി വെച്ചല്ലേ നബി, നിങ്ങൾ ആ നബിയോട് വിശ്വസിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞെന്താ? നിങ്ങളെ കാലത്ത് എന്റെ ഹബീബ് വന്നാൽ നിങ്ങൾ ആ നബിയുടെ അനുയായിയായി മാറണമെന്നാ പറഞ്ഞു. നിങ്ങൾ ആ നബിയോട് വിശ്വസിക്കണം. ഇബ്രാഹിം നബിയും കേവലം ദഅവത്തിന് വന്ന ആളാണ്. പുണ്യ നബിയും കേവലം ദഅവത്തിന് വന്ന ആളാണെങ്കിൽ ശരിക്കും പറയേണ്ടത് എന്താ? ഒരാൾ മാത്രം പണിയെടുത്താൽ മതിയാവൂല. അതുകൊണ്ട് ഇബ്രാഹിം നബി ഒരു ഭാഗത്തേക്ക് പോയിക്കോളി, റസൂലുള്ള വേറെ ഭാഗത്ത് പോയിക്കോളി എന്നല്ലേ പറയണ്ടേ? ഒരു മനുഷ്യന്റെ ബുദ്ധി അതല്ലേ പറഞ്ഞു തരാ? അല്ലാഹല്ല പറഞ്ഞത്, നിങ്ങളുടെ പ്രവാചകത്വം ഞാൻ പിൻവലിക്കും, നിങ്ങൾ ആ നബിയോട് വിശ്വസിക്കണം. നിങ്ങൾ ആ നബിയുടെ സഹായിയായി മാറണം. അതിന് റെഡിയാണോ? ഞാൻ ഈ പറഞ്ഞ സംഗതി അംഗീകരിക്കാൻ തയ്യാറാണോ? 1,24,000 നബിമാരും നബുവത്ത് കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു, റബ്ബേ അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാ. അല്ലാഹ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ സാക്ഷിയായിക്കോളൂ. ഞാനും ഈ പറഞ്ഞതിന്റെ സാക്ഷിയാണ്. എന്നിട്ടേ അല്ലാഹു നബുവത്ത് കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 1,24,000 നബിമാർക്കും റസൂലുള്ളാഹിന്റെ മഹത്വം പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടേ അല്ലാഹു നബുവത്ത് കൊടുത്തിട്ടുള്ളൂ. അത് റബ്ബിന്റെ ശൈലിയാണ്. അള്ളാന്റെ ശൈലി അങ്ങനെ, നമ്മളങ്ങനല്ലേ? അതാണല്ലോ അഹ്ലു സുന്നത്തിന്റെ ആളുകൾ. ഓലൊരു വീട്ടിൽ കൂടാൻ എൻ്റെ അടുത്ത്, എൻ്റെ വീട്ടിൻ്റെ ഈ റിപ്പയർ പണിയൊക്കെ എടുക്കുന്ന ഒരാളോട് ഞാൻ ഈ സഫർ മാസത്തിലാണ് പറഞ്ഞത്. സഫറാന്നൊന്നും എൻ്റെ ഓർമ്മയിൽ അങ്ങനല്ല. മൂപ്പര് ഈ ആയുധമായിട്ട് വന്നപ്പോഴാണ് റബീഉൽ അവ്വലാണ് എനിക്ക് ഓർമ്മയായത്. അങ്ങനല്ല, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മ വന്നത്. അപ്പൊ മൂപ്പര് 10 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും. ഞാൻ ചോദിച്ചാൽ നന്നാക്കിയോ? എന്നോട് ഇല്ല, നന്നാക്കാൻ വരാണ് ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എത്ര ഈസായി പറഞ്ഞിട്ട്, പൈപ്പ് കേട് വന്ന് വെള്ളം ഒലിച്ചു പോവല്ലേ, സ്വിച്ചൊക്കെ കേടായിട്ടുണ്ട്, കുട്ടികൾക്ക് കരണ്ട് പിടിച്ചാലോ? അയാൾ പറഞ്ഞു, ഉസ്താദേ പണിയോട് പണിയാ, എല്ലാവർക്കും ഈ മാസം തീരണം പണി. ഞാൻ ചോദിച്ചാൽ എന്താ, എനിക്ക് പെട്ടെന്ന് ഓടിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു റബീഉൽ അവ്വലല്ലേ, എല്ലാവർക്കും കൂടണം റബീഉൽ അവ്വലിൽ. എന്തേ അതിന്റെ കാരണം? അതെന്റെ ഹബീബിന്റെ മാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ കൂടിയാൽ ചില ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ തന്നെ, ഒരു പറയാൻ ബാഹ്യമായി ശൂന്യാണ്, പക്ഷെ വീട്ടിൽ കൂടുന്ന സമയത്ത് എന്നോട് തന്നെ ചിലർ പറയും, അതെ നേർച്ച നമ്മൾ പിന്നെ കഴിച്ചോളും, അതായത് മൗലിദ് നമ്മൾ പിന്നെ ഓതിക്കോളും, നിങ്ങൾ ഒരു യാസീൻ ഓതിയത് വരുന്നാൽ മതിയായിരുന്നു. എന്താ കാരണം അറികള്? ഓലയിന്ന് വല്ല സ്കിപ്പാകുക, ഓലയിന്ന് വല്ല സ്കിപ്പാവാണ്. അള്ളാഹു പോലും ചെയ്തതെന്താ അറിയോ? നബുവത്ത് കൊടുക്കണതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ മഹത്വം പറഞ്ഞിട്ടല്ലാതെ റബ്ബ് നബുവത്ത് കൊടുത്തിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. വീട്ടിൽ കൂടാൻ തുടങ്ങുമ്പോ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത്, അതേപോലെ കച്ചവടം തുടങ്ങുന്നത്, അത് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏത് കാര്യവും റസൂലുള്ളാഹിനെ കൊണ്ട് ആരംഭിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തതങ്ങനെ. നബുവത്ത് അല്ലാഹു റസൂലുള്ളാഹിന്റെ മഹത്വം പറഞ്ഞു പഠിപ്പിച്ചു മനസ്സിലാക്കാതെ നബുവത്ത് അല്ലാഹു കൊടുത്തിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് 1,24,000 നബിമാരുടെ കാലഘട്ടത്തിലും നടന്ന ചർച്ചയാണ് മുഹമ്മദ് മുസ്തഫ. ചെല്ലണം, അത് ഇന്നല്ല, അത് കേരളത്തിലെ സമസ്തക്കാരുണ്ടാക്കിയതല്ല. എന്തിനാ ഈ റബീഉൽ അവ്വലിൽ മാത്രം ഇങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് പറയണെന്ന ചില ആളുകളുടെ ചോദ്യം. അത് റബീഉൽ അവ്വലിൽ മാത്രമല്ല, മനുഷ്യകുലത്തിലെ എല്ലാ കാലഘട്ടത്തിലും റസൂലുള്ളാഹി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം മഹാനവരുടെ കയ്യിലൊരു മോതിരമുണ്ടായിരുന്നു. ആ മോതിരത്തിൽ ആദ്യത്തെ വരി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലെ ഒന്നാമത്തെ ലൈൻ അങ്ങനെയാണ്. രണ്ടാമത്തെ ലൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മോതിരം മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കയ്യിൽ അണിയിച്ചത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്.
അതുകൊണ്ട് തന്നെ ജിബ്രീൽ ഇട്ടുകൊടുത്ത മോതിരമായതുകൊണ്ട് ആളുകൾക്ക് അത് പെട്ടെന്ന് കാണാൻ കഴിയില്ല. ആളുകൾക്ക് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള മോതിരം കാണണമെന്ന് ആഗ്രഹിച്ചാൽ സുലൈമാൻ നബി പറയും അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തു ചൊല്ലാൻ അവരോട് പറയും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജനത സ്വലാത്തു ചൊല്ലിയിട്ടുണ്ട്. സ്വലാത്തിന്റെ മഹത്താലോചിച്ച് നോക്കുങ്ങള്. അത് ചൊല്ലിയാൽ അവർ ആ മോതിരം കാണും. മോതിരം കാണുമ്പോൾ അതിൽ ഒന്നാമത്തെ ലൈൻ അവർ വായിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തെ ലൈൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തെ ലൈൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂന്നാമത്തെ വരി മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് ആ മോതിരത്തിലുള്ളത്. അപ്പോൾ അത് അവരങ്ങനെ വായിക്കാറുണ്ടായിരുന്നു. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് പരിചയമുള്ള നബിയാ മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാരും തങ്ങളുടെ ജനതക്ക് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ കാലത്ത് ആ നബി വന്നാൽ ആ നബിയോട് വിശ്വസിക്കേണ്ടത് പ്രവാചകന്റെ മാത്രം ചുമതലയല്ല, സമുദായത്തിന്റെയും ചുമതലയാണ്. അതുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ സമുദായവും പരിചയപ്പെട്ട നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്രമാത്രം ലോകത്തെ ഹബീബ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ വേറെ ഒരായത്തിന്റെ വക പറയില്ലട്ടോ. ആയത്തല്ലാത്തൊരു സംഗതി ഞാൻ ഇവിടെ ഓതാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് സമയം ഉണ്ടാവില്ല. ആയത്തല്ലാത്തതൊന്നും ഞാൻ ഓതുന്നില്ല, കേൾക്കണേ. ഇനി ഒരായത്ത്. ഒരു നബി അല്ലാഹു തആല പറഞ്ഞയച്ചത് ലോകത്ത് 1,24,000 പ്രവാചകന്മാരിൽ ഒരു നബി അല്ലാഹു തആല പറഞ്ഞയച്ചത് തന്നെ മൗലിദോദാണ് എന്ന് ഖുർആൻ. മൗലിദോദാനാണ് ഒരു നബി അല്ലാഹു പറഞ്ഞയച്ചത്, വിശുദ്ധ ഖുർആൻ. ഞാൻ എന്റെ വക പറയല്ല. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങൾ തോന്നുന്നു ഈ മുസ്ലിയാർ എന്താ അങ്ങനൊക്കെ വ്യാഖ്യാനിക്കുന്നതല്ല. മൗലിദ് എന്ന പദത്തിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം ജന്മദിനം ജന്മസമയം എന്നൊക്കെയാണ്. എന്നാൽ സാങ്കേതികമായതിന്റെ അർത്ഥം പ്രവാചകന്റെ സങ്കീർത്തനങ്ങൾ ഓതുക എന്നതാണ്. റസൂലുള്ളാഹിന്റെ സങ്കീർത്തനങ്ങൾ പദ്യമോ ഗദ്യമോ പദ്യഗദ്യ സമാഹാരമോ ആയി ആലപിക്കുക എന്നതാണ് മൗലിദ് എന്നതിന്റെ സാങ്കേതികമായ അർത്ഥം. അപ്പൊ ഈ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചത് തന്നെ റസൂലുള്ളാഹിനെ കുറിച്ച് പറയലായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് ഖുർആനാണ് പറയുന്നത്. വഇദ ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ബനൂ ഇസ്രായീലിലേക്ക് കടന്നു വന്നുകൊണ്ടവരോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക നബിയേ. വഇദ ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീൽ, ഇസ്രായീൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അല്ല എന്നെ 2 ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. അല്ല തന്നെ പറഞ്ഞു തരാൻ ഈസാ നബി വന്ന് എന്താണ് ജനതയോട് പറഞ്ഞത്? 2 ഡ്യൂട്ടിയാണ് അല്ല എന്നെ ഏൽപ്പിച്ചത്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ, എന്റെ മുമ്പ് കടന്നു വന്ന മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ തൗറാത്ത് സത്യമാണെന്ന് പറയലാണ് എന്റെ ഒരു ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി എന്താ? വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട്. ആ പ്രവാചകന്റെ പേര് അഹ്മദ് എന്നാണ്. ആ പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കലാണ് എന്റെ രണ്ടാമത്തെ ഡ്യൂട്ടി. അതായത് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടി റസൂലുള്ളാഹിനെ കുറിച്ച് പറയലാണ്. ഹബീബായ റസൂലുള്ളാഹിനെ പ്രശംസിക്കലാണ്, റസൂലുള്ളാഹിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കലാണ് എന്ന് പറഞ്ഞാൽ അതന്നല്ലേ റസൂലുള്ളാഹിന്റെ മൗലിദോദലാണ്. അപ്പൊ ഈസാ അലൈഹിസ്സലാമിന്റെ ഒരു പണി തന്നെ ഹബീബായ റസൂലുള്ളാഹിന്റെ മൗലിദോദലായിരുന്നു എന്ന് ഖുർആൻ. ഇനി അത് മാത്രം കട്ട് ചെയ്തിട്ട് ഈസാ നബി മങ്കൂസ് മൗലിദ് ഓതിയെന്ന് മൗലിയാർ പ്രസംഗിച്ചു എന്ന് പറയണ്ട, മനസ്സിലായല്ലോ. മങ്കൂസ് മൗലിദ് പിന്നുണ്ടായതാ. മൗലിദ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം റസൂലുള്ളാഹിന്റെ സങ്കീർത്തനം പറയുന്ന. അത് ഏത് ഭാഷയിലായാലും തിരക്കടില്ല, ഏത് രീതിയിലായാലും തിരക്കടില്ല. ആ പണി ചെയ്ത ആളാണ് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം എന്ന് ഖുർആൻ. The Lord came from the mountain Paran. ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായി തന്റെ അനുചരന്മാരോട്
തന്റെ അനുചരന്മാർക്ക് നൽകിയ സൂചനകളായി കാണാൻ കഴിയും. തൗറാത്തും ഇഞ്ചീലും മാറ്റത്തിന് വിധേയമാക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും റസൂലുള്ളാഹിയിലേക്ക് സൂചന നൽകുന്ന ധാരാളം വചനങ്ങൾ ഇപ്പോഴും കാണാൻ കഴിയും. The Lord came from the mountain പാറാൻ പർവ്വതങ്ങളിൽ നിന്നാണ് ആ പ്രഭുദയം ചെയ്യുന്നത്. പാറാൻ പർവ്വതം എന്ന് പറയുന്നത് മക്കയിലെ പർവ്വതങ്ങൾക്ക് മാത്രമേ പാറാൻ പർവ്വതങ്ങൾ എന്ന് പറയാറുള്ളൂ. മക്കയിലെ പർവ്വത നിരകൾക്കിടയിൽ നിന്ന് ഒരു പ്രവാചകനെ കടന്നു വന്നിട്ടുള്ളൂ. ബനു ഇസ്രായേലിലെ ഒരു പ്രവാചകനും മക്കയിൽ നിന്ന് വന്നിട്ടില്ല. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൊന്നമോനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ മക്കയിൽ ഉദയം ചെയ്തത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഇനി നോക്ക് നിങ്ങൾ മറ്റൊരു ആയത്ത്. തൗറാത്തും ഇഞ്ചീലും ഒരു ഭാഷയിൽ പറഞ്ഞാൽ മൗലിദിന്റെ കിതാബാണ് എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ അപ്പുറപ്പുറം പറയാതെ അതുമാത്രം കട്ട് ചെയ്യരുതേ, അതുമാത്രം കട്ട് ചെയ്യരുത്. ഒരു ഭാഷ ഞാനല്ല പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ എന്റെ ഭാഷയല്ല. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. നമുക്ക് ആവശ്യമുള്ള മാത്രം ഭാഗം പറയാം. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. തൗറാത്തിലും ഇഞ്ചീലിലും വ്യാപകമായി പ്രതിപാദിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നവർ എന്ന് ഖുർആൻ. ഖത്തബ എന്ന് പറഞ്ഞാൽ എഴുതി രേഖപ്പെടുത്തി എന്നാണ്. ഖാത്തിബ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുന്നവൻ എന്നാണ്. മക്തൂബ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെട്ടവൻ എന്നാണ്. അതായത് റസൂലുള്ളാഹിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും വ്യാപകമായി അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഈ നബിയെ കുറിച്ച് പറയാൻ സാധാരണ മനുഷ്യനാണ്. പഴയ കാലത്ത് ഈ ജമമുജകൾക്ക് കല്യാണം ചെയ്തു കൊടുക്കൂല. ആളുകൾ പറയുന്നത് ഓരഞ്ഞു കോടീശ്വരനാണെങ്കിൽ എന്റെ കുട്ടീനെ കൊടുക്കൂല, എന്റെ ഹബീബിനെ സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞോനാണ്, ഓന് കൊടുക്കൂല എന്നാ പറയല്. അതൊക്കെ പോയി. ഇപ്പതൊക്കെ പോയിട്ട് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് സുന്നികളാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് സുന്നിയാണ്. ചെറിയ കാര്യമല്ല ഇത്. വ്യാപകമായി റസൂലുള്ളാഹിനെ അല്ലാഹു പ്രതിപാദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യാപകമായി എവിടെങ്കിലും ഒന്നോ രണ്ടോ തവണ പറഞ്ഞു പോയതല്ല. നിങ്ങൾ നോക്കുക. അതുകൊണ്ടല്ലേ അള്ളാന്റെ ഹബീബ് പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വരികയാണ്. റസൂലുള്ളാഹി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരം മദീനക്കാരെ കേട്ടപ്പോ അവരെല്ലാ ദിവസവും മദീനയിലെ കുന്നുകളിൽ പോയി നിൽക്കും. പോയി നിന്നിട്ട് അവർ മക്കയിലെ വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഹുബ്ബെന്താന്ന് മദീനക്കാരുടെ നിന്ന് പഠിക്കണം. ഹുബ്ബെന്താന്ന് മദീനക്കാരെടുത്ത് പഠിക്കണ്ടേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി നിൽക്കും. ഇതിനറിയോ? ആ നബി പോകും. ആ നബി ഇങ്ങോട്ട് കടന്നു വരുമ്പോ ആ ഹബീബിനെ സ്വീകരിക്കുന്ന ഒന്നാമത്തെ ആള് ഞാനാവണം. കേരളത്തിലെ കുറെ മനുഷ്യന്മാര് സഫറും കെട്ടാവും പോലെ മനസ്സിങ്ങനെ കുളിർത്ത് തുടങ്ങും. ഓരോ ദിവസവും ഇല്ല, ഇനി റബീഉൽ അവ്വൽ 5 ദിവസം, ഇനി 4 ദിവസം, ഇനി 2 ദിവസം, ഇനി 1 ദിവസം. വേറെ ചില ആൾക്കാരുണ്ട് സഫറും കെട്ട് വരുമ്പോഴേക്കും കിടങ്ങാറാ. സൊനേ ഒരു മാസം എങ്ങനെ കഴിഞ്ഞ് കിട്ടാന്ന പോലെ ചോദിക്കുക. ഏതാണ് സ്നേഹം, ഏതാണ് ഹുബ്ബ്, ഏതാണ് വെറുപ്പ്? ഒന്നും ചിന്തിക്കേണ്ട. മദീനക്കാർ ആ വഴിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചാൽ ഇരുട്ട് പരക്കും. അപ്പോൾ അവർ നിരാശരായി തിരിച്ചു പോകും. അവസാനം ചരിത്രം പറയാണ്, മദീനക്കാർക്ക് തോന്നി പുണ്യനബി വഴിമാറി എങ്ങോട്ടോ സഞ്ചരിച്ചു പോയിട്ടുണ്ടാകും. റസൂലുള്ളാഹി വരുന്നില്ലല്ലോ, ദിവസങ്ങളായല്ലോ. അപ്പോഴാണ് ഒരു ജൂത പണ്ഡിതൻ, മദീനക്കാർ അശ്രദ്ധയിലായിരിക്കുമ്പോഴാണ് ജൂത പണ്ഡിതൻ വിളിച്ചു പറഞ്ഞത്, മദീനക്കാരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകനാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. ഈ ജൂത പണ്ഡിതൻ എങ്ങനെയാണത് റസൂലുള്ളാഹിയാണെന്ന് മനസ്സിലായത്? റസൂലുള്ളാഹിനെ മക്കത്ത് പോയി കണ്ടതല്ല, വീഡിയോയിൽ കാണാനെന്ന സൗകര്യമില്ല, ശാസ്ത്രം ഇത്രമേൽ പുരോഗമിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ആ യാത്ര ചെയ്തു വരുന്ന സ്വഭാവം കണ്ടപ്പോൾ
അദ്ദേഹത്തിന് മനസ്സിലായത് അന്ത്യപ്രവാചകനാണെന്ന്. കാരണം അന്ത്യപ്രവാചകന്റെ ഹിജറ തൗറാത്തിലും ഇഞ്ചീലിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അതാണ് അന്ത്യപ്രവാചകൻ, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകൻ. മദീനക്കാരെല്ലാവരും ഒത്തുചേർന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാർക്ക് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലാത്ത മദീനക്കാർക്ക് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തത് തൗറാത്തിലും ഇഞ്ചീലിൽ നിന്നും ആ സ്വഭാവങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ജൂത പണ്ഡിതനായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. മാത്രമല്ല മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന്റെ കൂടെ ചെറുപ്രായത്തിൽ ഒരു കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ആ യാത്രാ സംഘത്തിന്, മുഹമ്മദ് എന്ന പൊന്നമോനുള്ള യാത്രാ സംഘത്തിന് മേഘം തലലിട്ട് കൊടുക്കുന്നത്. മേഘം തലലിട്ട് കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രാ സംഘത്തെ ജൂതനായ ഒരു പുരോഹിതൻ കണ്ടപ്പോ അദ്ദേഹം തന്റെ സേവകരെ പറഞ്ഞയച്ചിട്ട് ആ യാത്രാ സംഘത്തെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് നല്ല ഒട്ടകത്തെ അറുത്ത് സുഭിക്ഷമായ സദ്യ ഉണ്ടാക്കി അവർക്ക് നന്നായി ഭക്ഷണം കൊടുത്തു. അവരെ നന്നായി സൽക്കരിച്ചു കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് എന്ന ഈ പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ ജൂത പണ്ഡിതന്റെ ചോദ്യം, ഈ കുട്ടിയുടെ പിതാവ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? അബൂ താലിബ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആ കുട്ടിയുടെ പിതാവ് ഞാനാണ്. ജൂത പണ്ഡിതന്റെ ചോദ്യം, നിങ്ങൾ ഈ കുട്ടിയുടെ യഥാർത്ഥ പിതാവാണോ? അബൂ താലിബിന്റെ മറുപടി, അല്ല, ഞാൻ അവന്റെ ഉപ്പയുടെ സഹോദരനാണ്, മൂത്താപ്പയാണ്. ഉടനെ ബഹീറയുടെ ഈ പുരോഹിതന്റെ ചോദ്യം, ഈ കുട്ടിയുടെ പിതാവ് ജന്മത്തിന് മുമ്പേ മരിച്ചുപോയിട്ടുണ്ടോ? അബൂ താലിബിന്റെ മറുപടി, അതെ. ചോദിച്ചു, ഈ കുട്ടിയുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? അബൂ താലിബിന്റെ മറുപടി, ഇല്ല. ഈ കുട്ടിയുടെ ഉമ്മ 6ാമത്തെ വയസ്സിലാണോ മരണപ്പെട്ടത്? അബൂ താലിബിന്റെ മറുപടി, അതെ. ഉടനെ തന്നെ റസൂലുള്ളാഹിനെ മുഹമ്മദ് എന്ന കുഞ്ഞിനെ കൂട്ടിയിട്ട് റൂമിന്റെ വീട്ടിന്റെ അകത്തേക്ക് പോയിട്ട് നബുവത്തിന്റെ അടയാളം പരിശോധിച്ച ഈ ജൂത പണ്ഡിതൻ അബൂ താലിബിനെ വീട്ടിന്റെ അകത്തേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയുമായി നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യരുത്. ഈ കുട്ടിക്ക് വലിയൊരു ഭാവിയുണ്ട്. ജൂതന്മാർ കണ്ടാൽ ഈ കുഞ്ഞിനെ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പൊന്നുമോന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ എന്ന്. അന്ന് എത്രത്തോളം അറിയാം, അബൂ താലിബിന് ഉപദേശം കിട്ടിയതിന് ശേഷം മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പോലും തന്റെ മെത്തയിലായിരുന്നു റസൂലുള്ളാഹിനെ കിടത്താറുണ്ടായിരുന്നത്. റസൂലുള്ള തന്നെ അത് പറഞ്ഞിട്ടില്ലേ, മൂത്താപ്പയ അബൂ താലിബ് എന്ന സ്നേഹത്തെക്കുറിച്ച്. തന്റെ സ്വന്തം മക്കളെ വീട്ടിന്റെ മറ്റു റൂമിലൊക്കെ കിടത്തുമ്പോ റസൂലുള്ളാഹിനെ അബൂ താലിബ് തന്റെ അടുത്ത് തന്നെയാ കിടത്താറുള്ളത്. മാത്രമല്ല രാത്രി അർദ്ധരാത്രിയിലൊക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഈ പൊന്നുമോനെ റസൂലുള്ള പറയാ, എന്നെങ്ങനെ തപ്പി നോക്കും, ഞാൻ അടുത്തുണ്ട് എന്ന് ഉറപ്പ് വരുത്തും. അത്രമാത്രം എന്റെ കാര്യത്തിൽ മൂത്താപ്പാക്ക് ശ്രദ്ധയുണ്ടായിരുന്നു. ഈ ജൂത പണ്ഡിതന് കൊടുത്ത സൂചനയെ ശ്രദ്ധിക്കണം. ഇവനെ ആളുകൾ കണ്ടാൽ, ജൂതന്മാർ കണ്ടാൽ കൊന്നുകളയാൻ സാധ്യതയുണ്ട് എന്ന് എങ്ങനെ ഇത് തിരിച്ചറിയാനും കഴിഞ്ഞു എന്നറിയോ? ശ്രദ്ധിക്കണേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. തൗറാത്തിലും ഇഞ്ചീലിലും വ്യാപകമായി റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഖുർആന്റെ പ്രയോഗമാണത്. യഅരിഫൂനഹു ജൂത ക്രൈസ്തവർക്ക് റസൂലുള്ളാഹിനെ അറിയാം. കമാ യഅരിഫൂന അബ്നാഅഹും, അവർക്ക് സ്വന്തം മക്കളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമോ അതേപോലെ റസൂലുള്ളാഹിനെ തിരിച്ചറിയാൻ പറ്റാവുന്ന രീതിയിലുള്ള അടയാളങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് പറയാണ്, അപ്പൊ തൗറാത്തും ഇഞ്ചീലും റസൂലുള്ളാഹിന്റെ മദ്ഹ് കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക മുശ്രിക്കീങ്ങളും അതേപോലെ ക്രൈസ്തവരും ജൂതരും തമ്മിലൊക്കെ എന്തെങ്കിലും സംഘട്ടനങ്ങളോ പ്രശ്നങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഒക്കെ ഉണ്ടായാൽ ക്രൈസ്തവരവരോട് ജൂതന്മാരവരോട് പറയുമായിരുന്നു, ഇല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു നബി വരാനുണ്ട്. ആ നബി വന്നാൽ ആ നബിയുടെ കൂടെ നമ്മൾ നിങ്ങളോട് യുദ്ധം ചെയ്യും. ആ നബിയെ കൂട്ടി യുദ്ധം ചെയ്താൽ നിങ്ങൾ പരാജയപ്പെടും എന്നവർ പറയാറുണ്ടായിരുന്നുവെന്ന് കാനൂ യസ്തഫ്തിഹൂന അലല്ലദീന ഖഫറൂ എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ആളാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തല്ലാണ് നല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹ്.
വല്യാപ്പാനെ കുറിച്ച് വാപ്പയോട് ചോദിച്ചാൽ പറഞ്ഞുതരും. വല്യാപ്പ എല്ലാ വെള്ളിയാഴ്ച രാവും മങ്കുസ് മൗലിദ് ഓതാറുണ്ടായിരുന്നു വീട്ടിൽ, കുട്ടികളൊക്കെ കൂട്ടിയിട്ട്. അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ എല്ലാ വെള്ളിയാഴ്ച രാവും ഓതും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓതും. റസൂലുള്ള എന്നും വീട്ടിൽ പറയപ്പെടാറുണ്ട്. ആ ഹബീബിനെ കുഞ്ഞു പൈതങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ പകർന്നു കൊടുത്തു. ആ പകർന്നു കൊടുത്തതാണ് കഴിഞ്ഞ തലമുറയിൽ ഈമാൻ ഉണ്ടായത്. കഴിഞ്ഞ തലമുറയിൽ ഇത്ര മദ്രസ ഉണ്ടോ? ഇപ്പൊ എത്ര മദ്രസ? 11,004. നല്ല സംഘടനാ പ്രവർത്തകൻ തന്നെ. കൃത്യം 11,004 മദ്രസയുണ്ട്. അന്നൊരു മദ്രസ പോലുമില്ല, ഒരു മദ്രസ പോലും ഇല്ലാത്ത കാലം അല്ലെ. എൻ്റെ അമ്മൊന്നും മദ്രസ പഠിച്ച ആളല്ല. ആകെ ഖുർആൻ ഓതാനേ പഠിച്ചിട്ടുള്ളൂ. ഒരു മുല്ലാക്കയുടെ അടുത്തുനിന്നൊരു ദീനിയാത്തും അമലിയാത്തും. ഉമ്മാനോട് ചെന്നിട്ട് ആരെങ്കിലും ചോദിക്കാൻ, ഏതെങ്കിലും കുട്ടി പറയാണ് കല്യാണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ തിരിച്ചു ചോദിക്കണ ഒരു ചോദ്യം ഉണ്ട്. എന്താ ചോദ്യം എന്നറിയോ? മുത്തുനബി പഠിപ്പിച്ചതല്ലേ മക്കളെ കല്യാണം വേണ്ടെന്നോ? അവർക്ക് അതേ ഉള്ളൂ. ഒരു ലോജിക്കുമായി മാറ്റുരക്കൂല. അവരുടെ മുമ്പിൽ ഒരു ലോജിക്കില്ല. ഇന്നത്തെ നമ്മളെ കുട്ടികൾ +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. അവർ പിന്നെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച അധ്യാപനങ്ങൾ മുഴുവൻ അതിന്റെ ലോജിക്ക് തെരഞ്ഞു പോവുകയാണവർ. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നവർ. എന്റെ ചര്യയാണ് വിവാഹമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹബീബിനെ കൽബിൽ കൊണ്ട് നടക്കുന്നവൻ അങ്ങനെ ചോദിക്കാൻ പറ്റൂല. അവൻ ഞാൻ കല്യാണം ചെയ്യൂല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ പുണ്യ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദിബു ഔലാദകും അലാ തലാത്ത് ഖിസാൽ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ 3 കാര്യമാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ഹബ്ബി നബിക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഒന്നാമതെന്നെ പറഞ്ഞതാ. അതുകൊണ്ടാ മദ്രസയിൽ നിബിധനം നടത്തുമ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു പാട്ട്, റസൂലുള്ളാഹിനെ കുറിച്ചൊരു പാട്ട്. 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു പ്രസംഗം. ഹബീബിനെ ഇൻജക്ട് ചെയ്യാൻ കൽബിക്ക്. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ ഹബീബിനെ നമ്മുടെ തലമുറ ഇത്രമേൽ പരിചയപ്പെട്ടത് ഈ നബിദിന സമ്മേളനങ്ങളും പരിപാടികളും നബിദിന യോഗങ്ങളും മൗലിദാഘോഷങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നടന്നതുകൊണ്ടല്ലേ എന്ന് പറയാൻ പറ്റുമോ? ദാൽഹുദായുടെ ഭാരവാഹികൾ ഉത്തരേന്ത്യയിലെ മുസ്ലിംകളുടെ മതപരമായ അവസ്ഥകളെ കുറിച്ച് പഠിക്കാനായി ഉത്തരേന്ത്യയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ അവസാനം ആസാമിലെത്തി. ആസാമിൽ ഒരു കുഗ്രാമത്തിലെത്തിയിട്ട് അവിടെയുള്ള ഏതാനും മുസ്ലിംകളെ കൂട്ടിയിരുത്തിയിട്ട് അവരുടെ മതപരമായ ബോധത്തെ കുറിച്ച് അറിയാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ദാറുൽ അവിടുന്ന് അടുത്ത് അകലെയൊന്നും അല്ലല്ലോ. ഇവിടുന്ന് ഒരു ബസ് കയറി ചോരയിറങ്ങി പോയാൽ അവിടുന്ന് കുറച്ചാണ് പോയാൽ ദാറുലെത്തും. ഓഫീസിൽ പോയി ചോദിച്ചാൽ മതി. ചോദിച്ച ആളാരായിരുന്നു? हमारा बस्ती का नाम कौन सा है? हमारा नबी का बस्ती का नाम क्या है? നമ്മുടെ നബിയുടെ നാടിന്റെ പേരേതാണ്? റസൂലുള്ള ജനിച്ചത് എവിടെയാണ്? ആരും മിണ്ടില്ല. അപ്പൊ ഈ കൂട്ടത്തിൽ ആള് പറഞ്ഞു, കോയി ബോലോ. ആരെങ്കിലും ഒരാൾ പറയും, ഹമാരാ നബി കാ ബസ്തി കാ നാം ക്യാ ഹേ? എന്താ റസൂലുള്ളാഹിന്റെ ജന്മനാടിന്റെ പേരെന്താണ്? അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, കേരള ഹേ. കാരണം കേരളത്തിൽ നിന്ന് വന്നവരാണ് ചോദിക്കണേ. നിങ്ങൾ ചിന്തിക്കണം, ആസാമിന്റെ അവസ്ഥ അങ്ങനെ ആയതും ഞാൻ പറയാറുണ്ട്. എന്റെ വീട്ടിലുണ്ട്, അടുത്ത മാസം 17 ആയാൽ 2 വയസ്സുണ്ട്. മുഹമ്മദ് എന്നവന്റെ പേര്, എന്റെ 5ാമത്തെ മോനെ. എന്റെ ഭാര്യ 1.5 വയസ്സാകുമ്പോ തന്നെ ഓനോട് ചോദിക്കും, നമ്മുടെ നബിയുടെ പേരെന്താ? ഓൻ പറയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ജനനം മക്കത്ത്, വഫാത്തായത് എന്ന് പറഞ്ഞവൻ പറയും മദീനത്ത്. അവരുടെ ഉപ്പ അബ്ദുള്ള. ഈ സംസ്കാരം എങ്ങനെ വന്നു? നമ്മുടെ വീട്ടിന്റെ അകത്ത് വ്യാപകമായി പുണ്യനബി ചർച്ച ചെയ്യപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില്ലാതായി. ഇന്ന് പെണ്ണുങ്ങൾക്ക് പണി എന്താ വെച്ചാൽ യൂട്യൂബിൽ നോക്കിയിട്ട് മറ്റേ അതുണ്ടാക്കണ പണി. എന്ത് ഭക്ഷണം ഉണ്ടാക്കുക, അതിനൊക്കെ പേരുണ്ട്. നമുക്ക് പിന്നെ പറയാൻ അറിയാത്തോണ്ടാണ്. എല്ലാ പെണ്ണുങ്ങളും അയിമരാള. എല്ലാ പെണ്ണുങ്ങളും യൂട്യൂബ് എങ്ങനെ പൈസ ഉണ്ടാക്കും എന്നുള്ള പണിയിലാണ്. നമ്മുടെ സമുദായത്തെയും അടുത്ത തലമുറയും എങ്ങനെ സജ്ജീകരിക്കണമെന്ന പണിയിൽ നിന്ന് നമ്മുടെ സമുദായം അകന്നു പോയിട്ടുണ്ട്. അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി എക്കാലത്തും ചർച്ച ചെയ്യിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോഴും ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ സമയം തീരാറായല്ലോ. ഇനി ചർച്ച ലോകം അവസാനിച്ചാലും റസൂലുള്ളാഹിന്റെ ചർച്ച അവസാനിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം അവസാനിച്ചു നിൽക്കാം, എന്നാലും പുണ്യ നബിയെ കുറിച്ചുള്ള ചർച്ച അവസാനിക്കുന്നില്ല. ഒരാൾ മരണപ്പെട്ട് ഖബറിലെത്തുകയാണ്. ഖബറിൽ വെച്ച് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവസാനം ഒരാൾ വിജയിയാണോ പരാജയമാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് അവസാനമായി അയാളുടെ ബർസഖിയായ ലോകത്തെ അയാൾക്കൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത്തഅരിഫു ഹാദർ റജുൽ, ഈ ആളെ നിങ്ങൾ അറിയുമോ? മുങ്കർ നകീറിന്റെ ചോദ്യം, ഇയാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഒരിക്കൽ പോലും കാണാത്തവരാണെങ്കിലും ഹൃദയം കൊണ്ട് സ്നേഹിച്ച ആളുകളാണോ? അവർ പറയും, അറിയാമത് എന്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പറയുമ്പോഴാണ് വിധി വരുന്നത്. അൻ സദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്. ഫഫ്റുശൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉടയാടകൾ കൊടുക്കൂ, സ്വർഗ്ഗത്തിലെ കവാടം തുറന്നു കൊടുക്കൂ എന്ന് പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ഇനി ചോദിച്ചു, അപ്പൊ ഇയാള് പറയാണ്, എനിക്കറിയൂല എന്നാണ് മറുപടി. എങ്കിൽ എപ്പോഴാണ് എന്റെ അടിമ പറഞ്ഞത് കളവാണ്. കണ്ടോ, വിജയ പരാജയം തീരുമാനിക്കപ്പെടുന്നത് ഖബറിൽ അവസാനമായി റസൂലുള്ളാഹിനെ കാണിക്കപ്പെട്ടുകൊണ്ടാണ്. അല്ലാഹുവേ, വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇനി രണ്ടാമത്തെ ഊത്ത് നടക്കുകയായി. ചിന്തിക്കണം, ഞാൻ പറഞ്ഞ ലോകത്ത് ഈ ഹബീബിന്റെ ചർച്ച അവസാനിക്കുന്നില്ല. ലോകം അവസാനിച്ചാലും അവസാനിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖിയാമത്തുൽ നാൾ മഹ്ശറിലേക്ക് ആളുകൾ കടന്നു ചെല്ലാൻ. ഫഇദാ നുഫിഖ ഫീഹി ഉഖറാ ഫഇദാ ഹും ഖിയാമുൻ യൻളുറൂൻ, ആളുകൾ കൂട്ടം കൂട്ടമായി മഹ്ശറിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഒരു ചാൺ അകലത്തിൽ സൂര്യത്തിന്റെ ചുവട്ടിലായി അവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മൈൽ അകലത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചുവട്ടിലാണ് ആളുകൾ അങ്ങനെ വിയർത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. 1500 കൊല്ലമാണ് മഹ്ശറിൽ നിൽക്കേണ്ടത്. 1500 കൊല്ലം മഹ്ശറിൽ നിൽക്കണം. അതിൽ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കൊല്ലല്ല, ഇവിടത്തെ 50,000 കൊല്ലമാണ് അവിടുത്തെ ഒരു ദിവസം. ഇവിടത്തെ 50,000 കൊല്ലമാണ് മഹ്ശറിലെ ഒരു ദിവസം. അങ്ങനെയുള്ള 1500 കൊല്ലം എന്നിട്ട് ഇങ്ങനെ ഇടിപൊരി കൊള്ളാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞത് അങ്ങനെയാണ്, അല്ലാഹ്, സിദ്ദീഖിന്റെ കയ്യിലൊന്നുമില്ലല്ലോ, യാത്ര വളരെ ദീർഘമല്ലേ, സ്വർഗ്ഗമെന്ന ഉദ്ദിട്ട തലത്തെത്തുന്നതിന് മുമ്പ് ദീർഘമായ യാത്രയുണ്ട്. അത് ബർസഖ് യാത്രയാണ്. 1500 കൊല്ലത്തിനടുത്തായി സിദ്ദീഖ് ഖബറിൽ കിടക്കാൻ റളിയല്ലാഹു അൻഹു. ഇനി എത്ര കൊല്ലം കിടക്കണോന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന മഹ്ശറ, ഈ മഹ്ശറയിൽ ആളുകൾ ഇങ്ങനെ കിടന്നിട്ട് വല്ലാതെ വിഷമിക്കുകയാണ്. അവസാനം ആളുകൾ തന്നെ പറയും, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ രണ്ടാലൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടെങ്കിൽ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അവസാനം അവർ തീരുമാനിക്കുന്നത് എന്താ? റബ്ബിനോട് പറയുകയില്ല ചെയ്യുന്നത്. പിതാമഹനായ ആദം അലൈഹിസ്സലാമിന്റെ അടുത്ത് ചെന്ന് പറയാണ്, ആദം നബിയോട് പറയാണ്, റബ്ബിനോടൊന്ന് ശുപാർശ ചെയ്യണം, ഞങ്ങളെ ഈ അവസ്ഥയിൽ നിന്നൊന്നുകിൽ നരകമല്ലെങ്കിൽ സ്വർഗമെന്ന് മാറ്റിത്തരാൻ. ആദം അലൈഹിസ്സലാം പറയാണ്, എനിക്കതിന് കഴിയില്ല, ഞാൻ എന്റെ കാര്യത്തിൽ ബേജാറില്ല, നിങ്ങൾ ഇന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ചെല്ലിൻ. അങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും ചെല്ലാണ്. അവസാനം റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ അടുത്ത് ചെല്ലുകയാ. ഈസാ അലൈഹിസ്സലാം പറയും, ഞാൻ എന്റെ കാര്യത്തിൽ ബേജാറില്ല, മുഹമ്മദാ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണേ. മഹ്ശറ അല്ലാഹ് തുടങ്ങണോ? മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ മഹത്വം എന്താന്ന് മഹ്ശറയിലെ മുഴുവൻ മനുഷ്യരും തിരിച്ചറിഞ്ഞല്ലാതെ അല്ലാഹ് മഹ്ശറ തുടങ്ങൂല. അത് സമസ്തക്കാർ കൂടി തീരുമാനിച്ചതല്ലേ.
സമസ്തക്കാർ ഉസ്താമാരെല്ലാവരും കൂടി വട്ടം വളഞ്ഞ് ഇരുന്നിട്ട് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, മഹ്ശറ റസൂലുള്ള സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ തുടങ്ങാന്ന് സമസ്തക്കാർ തീരുമാനിച്ചതല്ലേ? അള്ളാഹ് തീരുമാനിച്ചതാണ്. രാജാതിരാജനായ റബ്ബിന്റെ തീരുമാന. അള്ളാന്റെ ഹബീബ് പറയാ റബ്ബിനോട്, റബ്ബേ മഹ്ശറ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അള്ളാഹ് പറഞ്ഞാലല്ലാതെ, വിചാരണ തുടങ്ങണമെന്ന് റബ്ബ് പറഞ്ഞ അള്ളാന്റെ ഹബീബ് പറഞ്ഞാലല്ലാതെ അള്ളാഹു വിചാരണ തുടങ്ങൂലാന്ന്. എന്തേ ഈ ജനങ്ങൾക്ക് മുഴുവനും നേരിട്ട് അള്ളാഹോട് ചെന്നിട്ട് പറഞ്ഞാ പോരെ? ഹബീബിന്റെ മഹത്വം എന്ത് എന്ന് ഭൂമിയിൽ മാത്രമല്ല മഹ്ശറയിലെ കോടാനുകോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടേ അള്ളാഹു മഹ്ശറ ആരംഭിക്കൂ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മഹ്ശറയിൽ തീർന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാൻ പോവുകയാണ്. പൊന്നുമോൾ ഫാത്തിമയോട് പറഞ്ഞല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഫാത്തിമയുടെ തന്റെ ചാരത്ത് അടിപിടിച്ചിരുത്തിയല്ലോ. ഇരുത്തിയിട്ട് ആ ചെവിയിൽ പറഞ്ഞല്ലോ, വലത്തെ ചെവിയിൽ ഇടത്തെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞപ്പോഴാ ഫാത്തിമ മോൾ കരഞ്ഞത്. ഉടനെ വലത്തെ ചെവിയിൽ മറ്റൊരു രഹസ്യം പറഞ്ഞു. അപ്പോഴാ ഫാത്തിമ മോൾ ചിരിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, മോളെ ഉപ്പ എന്താ മോളോട് പറഞ്ഞത്? ലാ ഉഫ്ശി ശർറ റസൂലില്ലാഹ്, ഉപ്പ പറഞ്ഞ രഹസ്യം ഞാൻ പറയൂല ആയിഷ ഉമ്മ എന്നപ്പോ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാ പറഞ്ഞു കൊടുത്തത്. ആയിഷ ഉമ്മയോട് പറഞ്ഞു, ആയിഷ ഉമ്മ അന്ന് ഉപ്പ വഫാത്താകുന്ന ദിവസം എന്റെ ചെവിയിൽ ഉപ്പ രണ്ട് രഹസ്യം പറഞ്ഞു. എന്നോട് ചോദിച്ചില്ലേ ആ രഹസ്യം എന്തെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ. ഞാൻ ഉപ്പയുടെ അടുത്ത് ചെന്നിരുന്നപ്പോ ഉപ്പ തന്റെ ചെവി ചുണ്ടിനോട് അടുപ്പിച്ചു പിടിച്ചിട്ട് ഇടത്തെ ചെവിയിൽ പറഞ്ഞത്, മോളെ എല്ലാ കൊല്ലവും ജിബ്രീൽ അലൈഹിസ്സലാം റമദാനിൽ ഒരു തവണ എന്റെ അടുത്ത് വരാറുണ്ട്, ഖുർആൻ മുഴുവൻ ഓതി കേൾക്കാറുണ്ട്. പൊന്നു മോളെ ഈ തവണ എന്റെ അടുത്ത് 2 തവണയാ ജിബ്രീൽ വന്നത്. അതെന്റെ മരണമടുത്തതിന്റെ സൂചനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മോളെ എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കരഞ്ഞത് ആയിഷ ഉമ്മ. അപ്പോഴാണ് എന്റെ ഉപ്പ മറ്റേ ചെവിയിൽ എന്നോട് പറഞ്ഞത്, മോളെ അല്ലം തുറബ്ബി എന്നവ്വലി മൻ യൽഹഖുനി മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽ എന്നോട് ആദ്യമായി ചേരുന്നത് ആരാണെന്ന് ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു. അപ്പൊ എന്റെ റബ്ബനോട് പറഞ്ഞത് അൻതിയ ഫാത്തിമ, ഫാത്തിമ നീയാണെന്നാണ് എന്നോട് പറഞ്ഞത് മോളെ. അപ്പോഴാണ് ആയിഷ ഉമ്മ ഞാൻ ചിരിച്ചത്. ആ സമയം ഞാൻ എന്റെ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ അങ്ങ് ലോകത്തോട് വിട പറഞ്ഞാൽ ഇനി മോൾ ഉപ്പാനെ എവിടെന്ന് കാണും ഉപ്പ എന്ന്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വാപ്പയും മോളും തമ്മിൽ അങ്ങനെ ഒരു വല്ലാത്ത ബന്ധമാണ്. ഫാത്തിമ മോളുടെ ചെറുപ്രായത്തിലല്ലേ ഖദീജ ഉമ്മ വേർപിരിഞ്ഞു പോയത്. ഹബീബായ റസൂലുള്ള മക്കളെ വേദനിപ്പിക്കാറില്ല, ഫാത്തിമ മോളെ വേദനിപ്പിച്ചിട്ടില്ല. ഫാത്തിമ മോളെ വേദന അറിയാതെ ആ പുണ്യനബി പോറ്റിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് ഏത് യാത്ര പോവുകയാണെങ്കിലും ഫാത്തിമ മോളുടെ അടുത്ത് പോയിട്ട് കണ്ടിട്ടേ പോകൂ. ഏത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാലും മോളുടെ വീട്ടിൽ വന്ന് മോളെ കണ്ടിട്ടേ തന്റെ വീട്ടിലേക്ക് പോകാറുള്ളൂ. അത്ര വലിയ ബന്ധമാണ്. ഉപ്പ വേർപിരിയുകയാണെന്നറിഞ്ഞപ്പോ മോള് ചോദിച്ചു, കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഫാത്തിമയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി. ചോദിച്ചു, ഉപ്പാ ഇനി എന്റെ ഉപ്പാനെ ഞാൻ എവിടെ വെച്ചു കാണാനാ, എവിടെ വെച്ച് കാണാനാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോളെ മോള് മഹ്ശറയിൽ വന്നാൽ ഹൗദുൽ കൗസറിന്റെ അടുത്തൊന്ന് വന്ന് നോക്കണം. ചിലപ്പോ ഞാൻ എവിടെയായിരിക്കും കണ്ടുമുട്ട നിന്നെ. പൊന്നുമോളെ എന്റെ സമുദായം ദാഹിച്ചു വലഞ്ഞവർ വരുമ്പോ അവർക്ക് എന്റെ ഹൗദിൽ നിന്ന് വെള്ളം കോരിക്കൊടുക്കാൻ ഞാൻ എവിടെ ഉണ്ടാകും പൊന്നുമോളെ. അതുകൊണ്ട് എന്റെ പൊന്നുമോൾ ഒന്നുകിൽ ഹൗദിന്റെ അടുത്ത് വരണമെന്നെ കാണാൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മോളോട് പറഞ്ഞ, മോളെ ഫാത്തിമ ഹൗദിന്റെ അടുത്ത് തന്നെ നീ കണ്ടിട്ടില്ലെങ്കിൽ പൊന്നുമോളെ പിന്നെ നീ വരേണ്ടത് മീസാൻ എന്ന ത്രാസിന്റെ അടുത്താണ് മോളെ. എന്റെ സമുദായത്തിന്റെ അമലുകൾ ആ മീസാൻ എന്ന ത്രാസിൽ ഇങ്ങനെ വെച്ച് തൂക്കുന്ന സമയത്ത് എന്റെ റബ്ബിനോട് നന്മ മുൻതൂക്കം കടത്തിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പറയാൻ. എന്റെ സമുദായത്തിന്റെ അമല് തൂക്കപ്പെടുന്ന മീസാനിന്റെ അടുത്ത് ഞാൻ ഉണ്ടാകും മോളെ. അവിടെയും
പൊന്നുമോൾ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്നെ നോക്കേണ്ടത് സ്വറാത്ത് പാലത്തിനടുത്താണ് മോളെ. എന്റെ സമുദായം വന്ന സ്വറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോ സ്വറാത്ത് പാലത്തിനടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയും എന്റെ റബ്ബിനോട്, റബ്ബി സല്ലിം, പടച്ചോനെ എന്റെ സമുദായമാണ് വരുന്നത്, റബ്ബി സല്ലിം, റബ്ബി സല്ലിം, റബ്ബി സല്ലിം, എന്റെ സമുദായത്തെ രക്ഷപ്പെടുത്ത റബ്ബേ എന്ന് പറയാൻ സ്വറാത്ത് പാലത്തിനടുത്ത് ഞാൻ ഉണ്ടാകും. 3-4 സ്ഥലത്ത് വെച്ച് കാണാം മോളെ എന്ന് ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്റെ സമയം തീരാൻ. ഇത്രമേൽ നമ്മളെ സ്നേഹിച്ച ഒരു നബി വേറെയില്ല. നമ്മുടെ കയ്യിലുള്ള എല്ലാ പവറും റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി എന്നത് മാത്രമല്ലേ, എല്ലാ പവറും അങ്ങനെയല്ലേ. അവസാന കാലം വന്ന ആളുകളാ നമ്മൾ. സ്വർഗത്തിൽ ആദ്യം കടക്കുന്നത് നമ്മളാണ്. സ്വർഗത്തിൽ ആദ്യം കടക്കുന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ സമൂഹമല്ല, റസൂലുള്ളാഹിന്റെ ഉമ്മത്താ. എന്താ കാരണമെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി എന്ന പവർ മാത്രമാണ്. ഈ സമുദായമാണ് സ്വർഗത്തിൽ ആദ്യം കടക്കുന്നത്. ഹിസാബ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ സമുദായവും നമ്മൾ തന്നെയാണ്. അതിന്റെ കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തായി എന്നതാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൃദയം കൊടുക്കണം. സിദ്ദീഖ് ഹൃദയം കൊടുത്ത പോലെ, ബിലാൽ കൊടുത്ത പോലെ റളിയല്ലാഹു അൻഹുമാ, ഉമർ കൊടുത്ത പോലെ റളിയല്ലാഹു അൻഹുമാ. ബിലാൽ സ്വഹാബികളിൽ നിന്നല്ലേ സ്നേഹം പഠിക്കേണ്ടത്. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം മദീനക്കാരോട് വിളിച്ചു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഹബീബില്ലാത്ത മദീനത്തെ ഇനി ബിലാൽ ബാങ്ക് കൊടുക്കൂല, ബിലാൽ ബാങ്ക് കൊടുക്കൂല. റസൂലുള്ളാഹി ഇല്ലാത്ത മദീനത്തെ ബിലാലിന്റെ ബാങ്ക് നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ചിന്തിക്കണേ, അന്ന് 1,20,000-ഓളം സ്വഹാബികൾ ജീവിച്ചിരിക്കുന്നുണ്ട്. സിദ്ദീഖ് ഉണ്ടെന്ന് റളിയല്ലാഹു അൻഹു, തൗഹീദിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉമർ ഉണ്ടെന്ന് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഉണ്ടെന്ന് റളിയല്ലാഹു അൻഹു, അതേപോലെ ഖൈബറിന്റെ രണാങ്കണങ്ങളിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഉണ്ടെന്നവിടെ ഒരാൾ പോലും ചോദിച്ചില്ല, ബിലാലെ നിങ്ങൾ ഇതുവരെ ബാങ്ക് കൊടുത്തത് മുഹമ്മദിനാണോ അല്ലാഹ്ക്കാണോ? ഒരാൾ പോലും ചോദിച്ചില്ലല്ലോ. ബിലാൽ തങ്ങൾ പറഞ്ഞു, വഫാത്തിന് ശേഷം റസൂലുള്ളാഹില്ലാത്ത മദീനത്ത് ഞാൻ ബാങ്ക് കൊടുക്കൂലേ എന്ന് പറഞ്ഞപ്പോ ഒരാൾ പോലും ചോദിച്ചില്ല, ബിലാലെ നിങ്ങൾ ഇതുവരെ ബാങ്ക് കൊടുത്തത് അല്ലാഹ്ക്കാണോ റസൂലുള്ളാഹിക്കാണോ? എന്നാണെങ്കിൽ ചില മനുഷ്യന്മാർ ചോദിക്കും, ബിലാലെ നിങ്ങള് ബാങ്ക് കൊടുത്തത് അല്ലാഹ്ക്കാണോ റസൂലുള്ളാഹിക്കാണോ എന്ന് ചോദിക്കും. ഒരൊറ്റ കുട്ടി പോലും ചോദിച്ചില്ല, ബിലാല് ബാങ്ക് കൊടുത്തില്ല. പലരും പറഞ്ഞു ബാങ്ക് കൊടുക്കാൻ. പറഞ്ഞേ, റസൂലുള്ളാഹി ഇല്ലാത്ത മദീനത്തിന് ബിലാലിന്റെ ബാങ്ക് നിങ്ങൾ കേൾക്കൂല, അത് ബിലാലിന് കഴിയൂല. പിന്നെ ബിലാൽ കരച്ചിലാണ്. ആരെങ്കിലും മദീന പള്ളിയിൽ നിന്ന് സമയത്ത് ബാങ്ക് കൊടുത്താൽ ബിലാൽ ഇങ്ങനെ കരയും. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി കേൾക്കുമ്പോഴേക്ക് വിതുമ്പി കരയും ബിലാൽ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ഡോറിലേക്ക് നോക്കിയിട്ട് കരയും ബിലാൽ. കാരണം എന്നറിയോ? സാധാരണ ബാങ്ക് കൊടുക്കപ്പെട്ടാൽ ബിലാൽ തങ്ങൾ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്താൽ ആയിഷ ബീവിയുടെ വീടിന്റെ ഡോർ തുറക്കപ്പെടും. എന്തിനാ? റസൂലുള്ളാഹി ഡോറിലൂടെയാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരിക. നബിയുടെ വഫാത്തിന് ശേഷം ആ ഡോറങ്ങ് അടച്ചതാണ്, പിന്നെ തുറന്നിട്ടില്ല. ബിലാൽ ആ ഡോറിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരയും ബിലാൽ. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞ് കരയും ബിലാൽ. ഇഖാമത്ത് കൊടുത്താൽ സ്വഹാബികൾ ഇഖാമത്ത് കൊടുത്താൽ കരയും ബിലാൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കാൻ മിഹ്റാബിലേക്ക് കയറി നിന്നാൽ കരയും ബിലാൽ. പിന്നെ കരച്ചിലായി. ബിലാൽ അവസാനം എന്ത് പറഞ്ഞു എന്നറിയോ? എന്റെ ഹബീബില്ലാത്ത മദീനയ്ക്ക് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മദീനയിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ മദീനയിൽ നിന്ന് പോവുകയാണ്. ബിലാല് കടന്നു കളഞ്ഞു. ബിലാൽ മദീന ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ഷാമിലേക്ക്. ബിലാൽ തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത് എവിടെയാണെന്നറിയുമോ നിങ്ങൾക്ക്? ബിലാൽ തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത് ഷാമിലെ സിറിയയിലെ ബാബു സഗീർ എന്ന് പറയുന്ന ഖബർസ്ഥാനിലാണ്. ബിലാൽ റസൂലുള്ളാഹിക്ക് എതിരെ ഇതൊന്നും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് മക്കത്തോ മദീനത്തോ മരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ മരിച്ചോളി എന്ന ഹദീസില്ലേ? ബിലാൽ തങ്ങളെ എതിരെ ചെയ്ത ആളാന്ന് പറയേണ്ടി വരില്ലേ? അല്ല,
ഹുബ്ബ് കൊണ്ട് മദീനത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ പോവാൻ. കടന്നു കളഞ്ഞു ബിലാൽ. അങ്ങനെ അതാ ഷാമിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണുകയാണ്. ബിലാലിനോട് വന്ന് ചോദിക്കാൻ, ബിലാലെ അങ്ങനോട് പിണങ്ങിയോ ബിലാൽ, അങ്ങനോട് പിണങ്ങിയോ ബിലാൽ? ഇതങ്ങ് കണ്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നു. ചാടി എഴുന്നേറ്റു, ഡ്രസ്സ് ധരിച്ചു, കുതിരപ്പുറത്ത് കയറി ചാടിക്കയറി കരഞ്ഞു കരഞ്ഞു പറഞ്ഞു, നബിയേ ഞാൻ അങ്ങയോട് പിണങ്ങിയതല്ല, അങ്ങില്ലാത്ത മദീനത്തേക്ക് നിൽക്കാൻ പറ്റുന്നില്ല നബിയേ, അതുകൊണ്ട് പോകുന്നതാണ് ഞാൻ. റസൂലുള്ളയും ബിലാലും തങ്ങൾ അങ്ങനെയാണ് ബന്ധം. ആ ബന്ധം കൊണ്ട് സ്വഹാബികൾക്ക് മുഴുവൻ പേടിയാണ് ബിലാൽ തങ്ങളെ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ അടുത്ത് വല്ല റെക്കമെൻഡും വല്ല കാര്യവും പറയണമെന്ന് തോന്നിയാൽ ബിലാലിനെയാണ് സ്വഹാബികൾ സമീപിക്കാറുള്ളത്. എന്തിനേറെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മോൾ പൊന്നുമോൾ ഫാത്തിമ പോലും അങ്ങനെയാ ചെയ്യാറുള്ളത് റളിയല്ലാഹു അൻഹു. സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചരിത്രത്തിലേക്ക് കടക്കാത്തത്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ കാണാൻ കഴിയും. ആ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന് പുണ്യനബിയുടെ ഖബർ ശരീഫ് ഇങ്ങനെ സിയാറത്ത് ചെയ്യാ, പൊട്ടിക്കരഞ്ഞുകൊണ്ടാ സിയാറത്ത് ചെയ്യുന്നത്. നബിയേ ഞാൻ അങ്ങയോട് പിണങ്ങിയിട്ടില്ല, ബിലാലിന് എങ്ങനെ അങ്ങയോട് പിണങ്ങാൻ കഴിയുമോ? ബിലാൽ മദീനത്ത് വന്നത് മദീനക്കാർ കണ്ടപ്പോ മദീനക്കാർ ഒരുമിച്ച് കൂടി ബിലാലിന്റെ അടുത്ത് വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായി. ആ സമയത്താണ് മദീന പള്ളിയിൽ നിസ്കാരത്തിന്റെ സമയമായത്. സ്വഹാബികൾ ചെന്നിട്ട് മദീനക്കാർ ചെന്നിട്ട് പറഞ്ഞു, ആളുകൾ പരസ്പരം സംസാരിച്ചു, ബിലാൽ തങ്ങളോടൊന്ന് ബാങ്ക് കൊടുക്കാൻ പറ, റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ബാങ്ക് ഒന്ന് കേൾക്കാനാണ്. അങ്ങനെ പലരും ചെന്ന് പറഞ്ഞു, ബിലാൽ തങ്ങളെ നിങ്ങളൊരു ബാങ്ക് കൊടുക്കൂ, ഞങ്ങൾ മദീനക്കാരുടെ ആഗ്രഹം കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് ബാങ്ക് ഒന്ന് കേൾക്കാൻ പുതിയായിട്ട്. ബിലാൽ തങ്ങൾ അപ്പോഴും പറഞ്ഞു, ഇല്ല, റസൂലുള്ളാഹി ഇല്ലാത്ത മദീനത്തിന് ബിലാൽ ബാങ്ക് കൊടുക്കൂലാന്ന്. അതേ വാശി തന്നെയാണ്. പലരും പറഞ്ഞു, ഖലീഫ പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ടും ഉടക്കം തന്നെയാണ്. സാനം മദീനക്കാർ ഹസൻ ഹുസൈന്റെ അടുത്ത് ചെന്നു റളിയല്ലാഹു അൻഹുമ. റസൂലുള്ളാഹിന്റെ കരടിന്റെ ഘട്ടങ്ങളായ പേരമക്കളാണ്. അവരോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ പറഞ്ഞാൽ ബിലാൽ തങ്ങൾ തട്ടാനിടയില്ല. റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങൾ ചെന്ന് പറഞ്ഞു, ബിലാൽ തങ്ങളെ അങ്ങൊരു ബാങ്ക് കൊടുക്കുമോ? വല്യപ്പാന്റെ കാലത്തെ ബാങ്ക് ഒന്ന് കേൾക്കാൻ പൂതിയായിട്ടാ. അതങ്ങ് പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾ പിന്നെ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഈ രണ്ട് മക്കളോടും റസൂലുള്ള കാണിക്കുന്ന സ്നേഹം നേരിട്ട് കണ്ടവരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിനോട് ഈ മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ പുണ്യനബി മുടക്കം പറയാറില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു അതേപോലെ അക്ഷരം പതി അനുസരിച്ചിട്ട് മദീന പള്ളിയുടെ പീഠത്തിൽ കയറി നിൽക്കുകയാണ് ബാങ്ക് വിളിക്കാനായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പരിശുദ്ധമായ ബാങ്കൊലി മുഴങ്ങുകയായി, മദീന പ്രകമ്പനം കൊള്ളുകയായി. മദീനേതാ പ്രകമ്പനം കൊള്ളുന്നു. ബിലാലിന്റെ ശബ്ദം അങ്ങ് കേട്ടപ്പോൾ മദീനത്തുള്ളവർക്ക് തോന്നിയത് റസൂലുള്ള തിരിച്ചു വന്നു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടവർ മദീന പള്ളിയിലേക്ക് ഓടി വരാൻ തുടങ്ങി. ഓടി വന്നിട്ടവർ തരയുന്നത് റസൂലുള്ളാഹിനെയാണ്. റസൂലുള്ള തിരിച്ചു വന്നു. മദീന പള്ളിയിൽ അവർ റസൂലുള്ളാഹിനെ തരയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബിലാൽ തങ്ങളുടെ ബാങ്കൊലി വീണ്ടും മുഴങ്ങുകയായി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴേക്ക് മദീന പള്ളിയിൽ ആളുകൾ തടിച്ചുകൂടി. മദീന പള്ളി ജനനിബിഡമായിട്ടുണ്ട്. അവർക്കൊക്കെ ഫീലിംഗ് വന്നത് റസൂലുള്ളാഹിന്റെ കാലം അവരുടെ മനസ്സിലൂടെ അങ്ങ് കടന്നുപോയി. നബി മദീന പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് അവർക്ക് തോന്നിപ്പോയി. എല്ലാവരും റസൂലുള്ളാഹിനെ തെരയുന്നതിന്റെ ഇടക്ക് ബിലാൽ തങ്ങളുടെ ബാങ്ക് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. സ്വഹാബികൾക്കറിയാം റസൂലുള്ള തിരിച്ചു വരൂല, മരിച്ചാൽ. പക്ഷേ അവർക്ക് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ട് അങ്ങനെ അവർക്ക് തോന്നിപ്പോവുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന തലമെത്തിയപ്പോൾ ബിലാൽ അശ്ഹദു അന്ന എന്ന് പറഞ്ഞ ബിലാലിന് മുഹമ്മദ് എന്ന് പറയാൻ പറ്റിയില്ല. ചുണ്ടുകൾ വരച്ചുപോയി ബിലാലിന്റെ. ഖണ്ഡമുടറി ശരീരം ഇങ്ങനെ വരച്ചിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് ബിലാൽ ഇരുന്നു പോയി. ബാങ്ക് പൂർത്തിയാക്കാൻ കഴിയാതെ ബിലാൽ ഇരുന്നു. മദീനയുടെ ചരിത്രത്തിലും രേഖപ്പെട്ട് കിടക്കുന്നത് കാണാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം മദീന ഏറ്റവും കൂടുതൽ കരഞ്ഞ ദിവസമായിരുന്നു വന്നെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹുബ്ബ് മദീനയിൽ നിന്ന് പഠിക്കണം എൻ്റെ പ്രിയമുള്ളവരെ. ഹുബ്ബിനെ അതിർവരമ്പ് നിശ്ചയിക്കണ ചില മനുഷ്യന്മാരുണ്ട്. ഓലോട് പറയണത് നിങ്ങൾക്ക് ഹുബ്ബ് തിരിഞ്ഞിട്ടില്ല, ഓലോട് പറയാനുള്ള നിങ്ങൾക്ക് ഹുബ്ബ് തിരിഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ എൻ്റെ സമയം അതിക്രമിച്ചു. 9:38 ഞാൻ അവസാനിപ്പിക്കുമെന്നാ പറഞ്ഞത്. 6 മിനിറ്റ് അധികമായിട്ടുണ്ട്. എന്നോട് മാപ്പാക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ صل على محمد يا ربي صل عليه وسلم. ചെറിയൊരു ദുആ, പിരിച്ചുവിടാനുള്ള ദുആ അല്ല, മൗലിദ് തുടങ്ങാൻ പോവാ, അതിന്റെ പ്രാരംഭമായുള്ള ദുആയാണ്. മനസ്സിലായല്ലോ? ദുആ കഴിഞ്ഞാൽ പിരിഞ്ഞു പോയി നിങ്ങൾ വിചാരിക്കരുത്. അൽഹംദുലില്ലാഹ്, ഞാൻ ഈ സംഘാടകരോട് വലിയ കടപ്പാടുള്ള മനുഷ്യനാ. 7 മണിക്ക് മൈക്കരും തന്നെ 7 മണിക്ക് തന്നിട്ടില്ലെങ്കിലും 8:30 8:38 തന്നല്ലോ. ഞാനൊരു സർജറി കഴിഞ്ഞ മനുഷ്യനാ. 2 കൊല്ലം ആവാനായി. ഹാർട്ടിനൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇതൊക്കെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഫുള്ള് നോക്കിയിട്ട് ഷുഗർ ഏകദേശം വലിയ കുഴപ്പമില്ല, കൊളസ്ട്രോൾ കുഴപ്പമില്ല. പിന്നെ മൂപ്പര് ചോദിച്ചു എന്നോട് ഉറപ്പയിക്കല്ലോ ചോദിച്ചു. അപ്പം എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു ഇതേയാൾക്ക് പണിയുള്ളൂ. രാത്രി വാലിന് ഉറക്കം വെച്ചാൽ രാവിലെ ഉറങ്ങാൻ കഴിയില്ല. കാരണം സ്ഥാപനം ഉള്ളത് കൊണ്ട് 633 യതീമായ മക്കളും 256 ഹാഫിദീങ്ങളായ മക്കളുടെയും ഒരു ചുമതല ഉള്ളതുകൊണ്ട് പകലുറങ്ങാൻ കഴിയില്ല. സ്ഥാപനമുള്ള ആളുകൾക്ക് കൃത്യമായി അറിയും. മനസ്സിലായില്ലേ? ഈ പരിപാടിയിൽ തന്നെ പിരിക്കണ്ടേ എന്ന് സംഘാടകർ കുറേ ചർച്ച ചെയ്തിട്ടുണ്ടാവും. എന്താ കാരണം അറിയും? പിന്നെയും ജനറൽ സെക്രട്ടറി ആരാതിൻ്റെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടോ എന്തേലും കിട്ടിയാൽ നല്ലതല്ലേ, അത് പറഞ്ഞു പോകും. അത് ജനറൽ സെക്രട്ടറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അനുഭവിക്കുന്ന ആളാ. ഓരോ മാസം 45 ലക്ഷം റുപ്യ 45 ലക്ഷം റുപ്യ വേണം. ബേജാറാവും. അപ്പൊ രാത്രി വയൽ കഴിഞ്ഞിട്ട് നേരം വൈകി വന്ന് കടന്നുറങ്ങിയാൽ രാവിലെ പിരിക്കാൻ പോണ്ടി വരും. പോയിട്ടില്ലെങ്കിൽ ഇത് കഷ്ടത്തിലാവും. നഷ്ടത്തിലായാൽ പിന്നെ ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോഴും ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ 2-3 മണിക്കൂർ ഉറങ്ങുക. ഡോക്ടർ അവസാനം സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും തിരക്കടില്ല. 3 മാസം കഴിഞ്ഞ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് തലകുത്തി മറിഞ്ഞാലും തിരക്കടില്ല, നിങ്ങൾ 10 മണിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു മുസ്ലിയാരെ നിങ്ങളെ മൂപ്പര് ചോദിച്ചു ഉസ്താദെ നിങ്ങള് ദൈവത്തെല്ലാം നടത്തില്ലെന്ന് വെച്ചാൽ ആരാ നിങ്ങളോട് ഉറക്കൊഴിച്ച് ദൈവത്തെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മിണ്ടിയില്ല. എന്നോട് പറഞ്ഞു ഉറക്കൊഴിക്കരുത്, നേരത്തെ രാത്രി ഉറങ്ങണമെന്ന് ഖുർആനിലില്ലെന്ന് വെച്ചു. എന്നോട് ആന്ന് പറഞ്ഞു. റസൂലുള്ളാഹി എപ്പോഴാ ഉറങ്ങല് വെച്ചു. ഞാൻ പറഞ്ഞു ഇശ കഴിഞ്ഞ പാടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതെങ്കിലും 1, 2, 3, 4, 5 ദിവസം അല്ലത് എന്നത് പറ്റൂല. മൂപ്പര് പറയാണ് അപ്പൊ റസൂലുള്ളാഹിയും ദീനും പറഞ്ഞതിനെതിരെ നിങ്ങൾ ചെയ്തത് തന്നെ നിങ്ങളെ പ്രശ്നമാണ്. നേരത്തെ ഉറങ്ങണം. തല കുത്തി മറിഞ്ഞാൽ നിങ്ങൾ തിരക്കിടില്ല, 10 മണിക്ക് ഉറങ്ങണം എന്ന് എന്നോട്. ഞാൻ ഈ സംഘാടകരുടെ ഇടയുടെ കടപ്പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു തീരുമാനമെടുത്ത് വയൽ സ്റ്റോപ്പാക്കാൻ. എൻ്റെ അമ്മ എപ്പോഴും പറയും വയൽ നിർത്തണേ. ഒരുപാട് കാലം പറഞ്ഞില്ലേ ഇന്നൊന്ന് ഉറങ്ങുമെന്ന് പറയും. ആരെങ്കിലും യാത്രക്ക് എൻ്റെ കൂടെ വരെ ഉംറക്കോ ഹജ്ജിനൊക്കെ വരുന്നോളി വീട്ടിൽ വന്നാൽ അമ്മ പറയുന്നത് അറിയും, എൻ്റെ മോന് രാത്രി ഉറങ്ങണോ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, ഓനെ ഉറങ്ങാൻ അവസരം കൊടുക്കണം കേട്ടോ എന്ന് പാവം അമ്മ പറയും. 85 വയസ്സായി ഇപ്പോഴും ഉണ്ട്. ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് 10 ലിറ്റർ കറി ഒഴിച്ചു. 49ാമത്തെ വയസ്സിൽ എന്നെ ഓരോ 1, 2 വയസ്സുള്ള കുട്ടീനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനും കഴിയുന്ന ആളുടെ പേരാണ് ഉമ്മാന്ന്. ഉമ്മാതിൻ്റെ അമ്മല്ല, എല്ലാവരും അങ്ങനെ നമ്മളമ്മമാർക്കൊക്കെ ഒന്ന് പുറത്തു കൊടുക്കട്ടെ. അമ്മ അങ്ങനെ പറയും അവൻ ഉറങ്ങണ്ടോ നോക്കണേ. ഞാൻ ഈ സംഘാടകരോട് ഏടെ സ്നേഹം ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ അറിയും? 10 മണിക്ക് എന്നെ ഒഴിവാക്കി തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ എന്താ ചെയ്യില്ല, വയൽ കഴിഞ്ഞിട്ട് പിന്നെയും ദീർഘമായി ഓടലാണ്. ആ ഓട്ടൊക്കെ പോയിട്ട് ഏടെങ്കിലും കിട്ടണോടത്ത് കടന്നുറങ്ങിയിട്ട് രാവിലെ നീച്ചു പോലെ. കാരണം ഡോക്ടർ പറഞ്ഞത് ശരി തന്നെ, രാത്രി ഉറങ്ങണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്നും ഉറപ്പിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എന്തിനാ പറഞ്ഞത്, ഞാൻ എല്ലാം നടപ്പും നിങ്ങൾ ഈ ദ്വായിലൊക്കെ എന്നെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ. അരി കിട്ടിയോ സംഘാടകരുടെ? അരി എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? കുറേ ആളുകളായിട്ട് കുറേ തന്നെ കണക്കില്ലേ. അപ്പൊ 2 കൊല്ലത്തേക്കായോ? അതല്ലെങ്കിൽ നിങ്ങളെ അഭിമാനം രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണോ? അങ്ങനെ ഉണ്ടാവും. അൽഹംദുലില്ലാ റിയാസ് സാഹിബ് ചിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? മോശമില്ല, അൽഹംദുലില്ലാ. ബാക്കിയുള്ളവർ ചേരാൻ പറ്റാവുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് അതിൽ ചേരണം. ഞാനും അരിയിലേക്ക് 1000 റുപ്യ ഞാനും കൊടുക്കണ്ട. ഒരു 25 കിലോ അരി കിട്ടൂല 1000 റുപ്യക്ക് കിട്ടോ? 1000 റുപ്യക്ക് 25 കിലോ കിട്ടോ? കിട്ടൂലേ? 25 കിട്ടൂല? അരിക്കെത്ര? 40? അപ്പൊ 25 കിലോന് എത്ര റുപ്യ വരും?
പല വിലൻ്റെ അരി ഉണ്ട് അല്ലേ? വായും വേണ്ട, നല്ല അരി 30 രൂപ 48 ആയിക്കോട്ടെ. ആ നല്ലതാ കൊടുക്കണ്ടേ, നല്ലതാ കൊടുക്കണ്ടേ. പേരാല് കണ്ട് ഇടപെട്ടത്. മനസ്സിലായില്ലേ? പേരാട് പറഞ്ഞ നല്ല അരിൻ്റെ സാധനം തന്നെ അങ്ങനെ തന്നെ കൊടുക്കണ്ടേ. നിങ്ങൾ ദൂടി വെച്ചോളി, കുറയണ്ട, ബാക്കി തരണ്ട. നിങ്ങളോടൊക്കെ കൊടുക്കാൻ പറഞ്ഞല്ലേ. എല്ലാവരും പങ്കാളികളാകണം. ചേരാൻ പറ്റാത്തുള്ളൂ ഒരു 25 കിലോ അരിയെങ്കിലും എല്ലാവരും കൊടുക്കണം. എന്നാൽ നമ്മളെ മക്കളൊരു കൊല്ലത്തെ അരിയാവും. അതിന് പിന്നെ നമ്മൾ കുറേ പിരിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും അതിൽ ചേരാൻ പറ്റാവുന്ന രീതിയിൽ എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെ ദുആയിൽ സാധുവായി എന്നെ ഉൾപ്പെടുത്തണം. എൻ്റെ വാപ്പ മരിച്ചുപോയിട്ടുണ്ട്, വാപ്പാക്ക് ദുആ ചെയ്യണം. പിന്നെ മറ്റന്നാൾ ഞായറാഴ്ച അതേപോലെ തിങ്കളാഴ്ചയും 2 മൗലിദിന്റെ സദസ്സുണ്ട്. അതിലേക്ക് നിങ്ങൾ വരാൻ പറ്റാവുന്നവരൊക്കെ വരണം. 633 യത്തീമുകളിൽ മഹാഭൂരിഭാഗം യത്തീമുകളും പങ്കെടുക്കും. അപ്പോൾ ഒരു 400-500 യത്തീമുകൾ പങ്കെടുക്കുന്ന ഒരു മൗലിദിന്റെ സദസ്സ് മറ്റന്നാളുണ്ട്. ആക്കോട എൻ്റെ നാട് കാണുകയും ചെയ്യാം. നിങ്ങൾ വന്നാൽ 10 മണിക്ക് മൗലൂദ് തുടങ്ങും. 1 മണിയാകുമ്പോൾ മൗലൂദും ദ്വായൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോരാ. നിങ്ങൾ സാധാരണ വയനാട് പോത്തല്ലേ കഴിക്കൽ, നിങ്ങൾക്ക് മലപ്പുറം പോത്തൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ നിങ്ങളൊക്കെ ഞാൻ ക്ഷണിക്കാം. നിങ്ങൾക്ക് മലപ്പുറത്തേക്ക് വരാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചുരം ഇങ്ങോട്ട് ഇറങ്ങിയാൽ, കുറ്റ്യാടി ചുരം അല്ലെങ്കിൽ പാൽ ചുരം ഇറങ്ങിയാൽ കൂത്തുപറമ്പ് മൗലിദുണ്ട് മറ്റന്നാൾ തിങ്കളാഴ്ച കാലത്ത് 10 മണിക്കാണ്. കണ്ണൂർ ജില്ലയിലെ ആക്കൂടി ഇസ്ലാമിക് സെന്ററിന്റെ കുടുംബാംഗങ്ങളൊക്കെ ഒത്തുചേരുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന മൗലിദിന്റെ സദസ്സാണ്. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ റബീഉൽ അവസാനത്തെ ദിവസമായിരിക്കും ചിലപ്പോൾ. അപ്പൊ ആ അവസാനത്തെ ദിവസം അടുത്തുള്ള റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതിൽ പങ്കെടുക്കാൻ പറ്റാവുന്നവരൊക്കെ വരി മൗലിദ് ഓതി ദുആ ചെയ്യുന്ന സദസ്സാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ സ്തുതിക്കുന്ന റബ്ബേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങളുടെ ഹംദ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഈ സദസ്സ് നീ ഉത്തരമുള്ള സദസ്സാക്കണേ റബ്ബേ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാഹ്. പഠിച്ചോനെ, നിന്റെ മുത്ത് ഹബീബിനെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ്, ഞങ്ങൾക്കൊരു സംശയമില്ല. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ് അതെന്ന് ഞങ്ങൾക്കൊരു സംശയമില്ല റബ്ബേ. അതുകൊണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിനെ കുറിച്ച് പറഞ്ഞ സദസ്സിലിരുന്ന ഞങ്ങളെ നീ ഇഷ്ടപ്പെടണേ അല്ലാഹ്, നീ ഇഷ്ടപ്പെടണേ അല്ലാഹ്. ഞങ്ങളുടെ കയ്യിൽ ഒരു അമലുമില്ല റബ്ബേ. ഒരു നിസ്കാരം നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ നിസ്കാരം കൊണ്ട് നീ രക്ഷപ്പെടുത്തി തരണേ എന്ന് പറയാൻ യോഗ്യതയുള്ള ഒരു നിസ്കാരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റൂല. കാരണം നിന്നെ മാത്രം ഓർത്ത് നിസ്കരിക്കാൻ കഴിയില്ല. അങ്ങനെ വിചാരിക്കണ്ട് നിൽക്കുമ്പോഴേക്ക് പല ചിന്ത വരാൻ. ഈ നിസ്കാരം നിന്റെ അടുത്ത് അങ്ങനെ കൊണ്ടുവരും. അല്ലാഹുവേ, നോമ്പ് കഥ എന്താന്ന് ഞങ്ങൾക്കറിയില്ല, ഹജ്ജ് എന്താ അവസ്ഥ എന്നറിയില്ല, ദാനധർമ്മങ്ങൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഒരു കാര്യം ഞങ്ങൾ നിന്റെ അടുത്ത് വന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, പടച്ചോനെ, ഞങ്ങൾ ഹബീബിന്റെ ഉമ്മത്താണ്, റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്. അത് അബ്ദുല്ലാന്റെ മോനായതുകൊണ്ടല്ല, മക്കക്കാരനായതുകൊണ്ടല്ല, ഖുറൈശി തറവാട്ടിൽ പിറന്നവനായതുകൊണ്ടല്ല, മുഹമ്മദുർ റസൂലുള്ളാഹിയായതുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിട്ടുണ്ട് റബ്ബേ. ആ സ്നേഹം കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഇതുവരെ ഞങ്ങൾ ചെയ്ത ദോഷങ്ങൾക്കൊക്കെ ഈ സദസ്സ് തൗബയാക്കി മാറ്റിത്തരണമല്ലാ. ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തരണേ റബ്ബേ. ഞങ്ങളെ വാപ്പ ഉമ്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഭാര്യ മക്കൾക്ക് പൊറുക്കണേ റബ്ബേ. സഹോദരി സഹോദരങ്ങൾക്ക് പൊറുക്കണമല്ലാ റബ്ബേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ആയിരങ്ങളുണ്ട്, അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. റബ്ബനാ, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ സഹായികൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. റബ്ബനാ, ഞങ്ങൾക്ക് ദുആ ചെയ്യുന്നവരുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിലുള്ളവരുടെ എല്ലാവരുടെ മുറാദും നീ ഹാസിലാക്കണേ റബ്ബേ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരനായ റിയാസ് എന്ന സഹോദരൻ പറഞ്ഞു ഇറങ്ങിപ്പോരുമ്പോ, ഉമ്മ ഇവിടെയില്ല ഉസ്താദേ. ഞാൻ ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോ വന്യവയോധികയായ ഒരു ഉമ്മ ഉണ്ട്. വീട്ടിന്റെ വാതിൽപ്പടിയിൽ യാത്രയാക്കാൻ പുഞ്ചിരിച്ചു തൂകി വന്യവയോധിക. അപ്പൊ ഞാൻ റിയാസ് കായുടെ ഉമ്മയായിരിക്കുമെന്ന് കരുതിയിട്ട് പറഞ്ഞു, ഉമ്മ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിറങ്ങുമ്പോഴാണ് റിയാസ് വന്നിട്ട് പറയുന്നത്, ഉമ്മ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലിലാണ്. ഞാൻ ചോദിച്ചു, ആ വൃദ്ധയായ ആളാരാണ്? അത് ഭാര്യയുടെ ഉമ്മാമയാണെന്ന് പറഞ്ഞവനോട്, റിയാസ് കായുടെ ഉമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെന്ന്, അല്ലാഹ് ഹോസ്പിറ്റലിലാണ്, ശിഫയാക്കി കൊടുക്കണമല്ലാ. സ്ട്രോക്ക് എന്ന രോഗം ഒരാൾക്കും നീ വിധിക്കല്ല റബ്ബേ. നല്ല
നല്ല ഭംഗിയുള്ളവനെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വൈരൂപ്യത്തിലേക്ക് തള്ളിവിടുന്ന രോഗം നീ തരല്ല റബ്ബേ. കാക്കണേ അല്ലാ. പ്രഷറുള്ളവർക്ക് സുഖം കൊടുക്കണേ റബ്ബേ. ഷുഗർ സുഖപ്പെടുത്തണേ അല്ലാ. എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരു ഡോക്ടറുടെ വാതിന്റെ അടുത്ത് പോയിട്ട് മുട്ടിയിട്ട് സാറേ ഒരു മരുന്ന് എഴുതി തരി, ഈ രോഗത്തിനെന്നല്ല ഞങ്ങൾ പറയുന്നത്, എന്റെ ദർബാറിലേക്ക് കൈപ്പൊക്കിയിട്ട് സുഖപ്പെടുത്തി തരണേ എന്ന്. സുഖപ്പെടുത്തണമല്ലാ. നീ തന്നതിലൊന്നും പരാതിയില്ല. ഒന്നും ഇബാദത്ത് മുടങ്ങുന്ന രീതിയിലാക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് സ്വന്തം കാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാക്കല്ല അല്ലാ. റബ്ബനാ, ഈ സദസ്യരുണ്ടൊരു വളണ്ടിയറാണ് അല്ലാഹുവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് 2 വാൾവിനും ഹോൾസ് ഉണ്ട്. അതിന് ഓപ്പറേഷന് വിധേയനാകാൻ പോവുകയാണ്. പക്ഷേ മാനസികമായി എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല ഉസ്താദേ. ശാരീരികമായി ഞാനതിന് തയ്യാറായിട്ടില്ലെന്ന്. അല്ലാ, ഓപ്പറേഷൻ ഇല്ലാതെ വിജയിപ്പിക്കാൻ, സുഖപ്പെടുത്താനും കഴിയുന്നവനാണല്ലോ നീ. സുഖപ്പെടുത്തണമല്ലാ. ബിഹഖ്ഖി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ സുഖപ്പെടുത്തണേ റബ്ബേ. ഓപ്പറേഷനാണ് ഖൈറെങ്കിൽ അത് വിജയിപ്പിക്കണമല്ലാ. അതിനുള്ള ധൈര്യം കൊടുക്കണേ റബ്ബേ. മാനസികമായും ശാരീരികമായും അതിനാ സഹോദരനെ നീ പക്വപ്പെടുത്തണേ അല്ലാ. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നേരത്തെ ഉള്ളതിനേക്കാളും ആരോഗ്യത്തോടെ ആ പൊന്നു സഹോദരൻ ഞങ്ങൾക്ക് നീ തിരിച്ചു തരണേ റബ്ബേ. സേവനം ചെയ്തവർക്കൊക്കെ നീ മഹത്തരമായ പ്രതിഫലം നൽകണമല്ലാ. ഈ സദസ്സ് നിന്റെ ഹബീബിന്റെ തിരുനോട്ടമുള്ള സദസ്സാക്കണേ അല്ലാ. നിന്റെ തിരുനോട്ടമുള്ള സദസ്സാക്കണേ റബ്ബേ. പല ഉദ്ദേശത്തോടും ഈ സദസ്സിലേക്ക് വന്നവരുണ്ടാകും. അവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹാരിസ് ബാക്കബി ഉസ്താദ് അടക്കം പലരും രോഗികളാണ്. സുഖപ്പെടുത്തണമല്ലാ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ദീർഘായുസ്സ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ മഹത്തായ സംഘടന 6ഓളം ദീനീ സ്ഥാപനങ്ങൾ ഈ വയനാട് ജില്ലയിലെ മുക്കുമൂലകളിലായി നടത്തുന്നുണ്ട്. അതൊക്കെ നീ വിജയത്തിലെത്തിക്കണമല്ലാ. സമസ്തയുടെ 100ാം വാർഷികം നീ വിജയിപ്പിക്കണേ റബ്ബേ. അതിലൊരു ബിന്ദുവായി ചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. എല്ലാവരും പോണം. വീട്ടിൽ 1-2 വീട്ടിൽ കുടുംബത്തിലൊക്കെ ഒരാളെ പ്രതിനിധിയാക്കിയിട്ട് എല്ലാവരും പോണം. 100ാം വാർഷിക അതിന്റെ പ്രത്യേകത അറിയോ? ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അവിടുത്തെ ഒരു ആമീൻ അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകേണ്ടത്. അതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ ആലിമീങ്ങളും സാദാത്തുക്കളും ഒക്കെ ഒന്നിച്ചു ചേരുന്ന ആ മഹാസംഗമത്തിൽ ഒരു കണ്ണി ചേരാനുള്ള ഭാഗ്യം തരണമല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഇരിക്കി. മൗലിദ് ഇപ്പോ തുടങ്ങും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.